PK ലേണിംഗ്സിൻ്റെ SCRT ക്ലാസ്സുകളിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ബയോളജിയിൽ നാഡി വ്യവസ്ഥയാണ് നോക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലായിട്ട് കോശം അതുപോലെ തന്നെ പഞ്ചേന്ദ്രിയങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞു കോശം പഠിച്ച സമയത്ത് സെല്ല് പഠിച്ച സമയത്ത് പറഞ്ഞു സെൽസ് ചേർന്ന് ടിഷ്യൂസ് ആവുന്നു, ടിഷ്യൂസ് ചേർന്ന് ഓർഗൻ ആകുന്നുണ്ട്, ഓർഗൻസ് ചേർന്ന് ഓർഗൻ സിസ്റ്റം, നാഡി വ്യവസ്ഥ. ഇപ്പോൾ ഈ നാഡി വ്യവസ്ഥ പോലെ പല വ്യവസ്ഥകൾ നമ്മുടെ ശരീരത്തിലുണ്ട്, ഒരു സിസ്റ്റംസ് നമ്മുടെ ശരീരത്തിലുണ്ട്. നാഡി വ്യവസ്ഥയാണ് ഇന്ന് നോക്കാൻ പോകുന്നത്. ആദ്യം നാഡി വ്യവസ്ഥ നോക്കുമ്പോൾ നമുക്ക് എന്താണ് ഉദ്ദീപനങ്ങളും പ്രതികരണങ്ങളും, സ്റ്റിമുലൈ ആൻഡ് റെസ്പോൺസസ് എന്നുള്ളത് നോക്കാം. അപ്പം നമ്മുടെ ശരീരത്തിനുള്ളിൽ ജീവികളുടെ ശരീരത്തിൽ നടക്കുന്ന വിവിധ ജൈവ രാസ പ്രക്രിയകളുടെ ഫലമായി രൂപപ്പെടുന്നതാണ് പ്രതികരണങ്ങൾ, റെസ്പോൺസ് എന്ന് പറയുന്നത്. അത് ചിലപ്പോൾ കെമിക്കലാകാം, അല്ലെ ജൈവ ബയോളജിക്കലായിട്ടുള്ള പ്രക്രിയയാവാം. ഇങ്ങനെ പല പ്രക്രിയയിൽ നടക്കുമ്പോൾ നമ്മുടെ ശരീരം എന്ത് ചെയ്യും? പ്രതികരണം നടത്തും. അതാണ് റെസ്പോൺസസ് എന്ന് പറയുന്നത്. ഇനി ഈ പ്രതികരണം ഉണ്ടാകാനായിട്ടുള്ള സാഹചര്യം എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു സ്റ്റിമുലൈ അവിടെ നടന്നിട്ടുണ്ടാവും, ആ ഉദ്ദീപനം നടന്നിട്ടുണ്ടാവും. അതിനാണ് ഉദ്ദീപനങ്ങൾ എന്ന് പറയുന്നത്. ജീവികളിൽ പ്രതികരണങ്ങൾക്കിടയാകുന്ന സാഹചര്യങ്ങളെയാണ് ഉദ്ദീപനങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റിമുലൈ ഉണ്ടായി, അതിന് നമ്മുടെ ശരീരം എന്ത് ചെയ്യുന്നുണ്ട്? റെസ്പോണ്ട് ചെയ്യുന്നു. അതാണ് റെസ്പോൺസസ് എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റിമുലൈ ആൻഡ് റെസ്പോൺസസ്, ഉദ്ദീപനങ്ങളും പ്രതികരണങ്ങളും എന്താണെന്നുള്ളതാണ്. അവയെ ഈ ഉദ്ദീപനങ്ങളെ തന്നെ ബാഹ്യ ഉദ്ദീപനങ്ങളെന്നും ആന്തര ഉദ്ദീപനങ്ങളെന്നും. അപ്പോൾ ഉദ്ദീപനങ്ങൾ എന്തെന്നാക്കാം? ബാഹ്യമായിട്ടുള്ള അല്ലെ എക്സ്റ്റേണൽ ആയിട്ടുള്ള സ്റ്റിമുലയും ഇന്റേണൽ ആയിട്ടുള്ള സ്റ്റിമുലയും നടക്കാറുണ്ട്. അപ്പോൾ എക്സ്റ്റേണൽ ആയിട്ട് നമുക്കൊരു വെളിച്ചം നമ്മുടെ കണ്ണിലേക്ക് ഭയങ്കരമായിട്ട് തട്ടുമ്പോൾ നമ്മൾ കണ്ണടയ്ക്കാറില്ലേ? അപ്പോൾ ആ ഒരു എക്സ്റ്റേണലി ഒരു സ്റ്റിമുലൈ വന്നു, അപ്പോൾ നമ്മൾ കണ്ണടച്ച് റെസ്പോണ്ട് ചെയ്തു. അതാണ് സംഭവിച്ചത് അല്ലെ. വെളിച്ചം, സ്പർശം, ശബ്ദം ഇതൊക്കെ എങ്ങനെയാണ്? എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു സ്റ്റിമുലയാണ്, എക്സ്റ്റേണലി നമുക്ക് കിട്ടുന്ന ഉദ്ദീപനങ്ങളാണ്. ആന്തര ഉദ്ദീപനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശപ്പ്, ദാഹം, വേദന അല്ലെ. നമുക്ക് ദാഹിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? വെള്ളം കുടിക്കുന്നു. വിശക്കുന്നു എന്ന് നമുക്ക് തോന്നുന്നുണ്ട്, ആ ഒരു സ്റ്റിമുലൈ നമുക്ക് കിട്ടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഭക്ഷണം കഴിക്കുന്നു. ഇതൊക്കെ നമ്മുടെ ശരീരത്തിനുള്ളിൽ നടക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇതെന്താണ്? ആന്തര ഉദ്ദീപനങ്ങളാണ്. അപ്പം ഇതാണ് സ്റ്റിമുലൈ ആൻഡ് റെസ്പോൺസസ് എന്ന് പറയുന്നത്. ഇനി എന്താണ് ഗ്രാഹികളും സന്ദേശങ്ങളും എന്നുള്ളത് നോക്കാം. റിസപ്റ്റേഴ്സ് എന്താണെന്ന് നോക്കാം. വിവിധ തരം ഉദ്ദീപനങ്ങളെ ശരീരം തിരിച്ചറിയുന്നത് സവിശേഷ കോശങ്ങളോ നാഡികളുടെ അഗ്രഭാഗങ്ങളോ വഴിയാണ്. ഇവയാണ് ഗ്രാഹികൾ എന്നറിയപ്പെടുന്നത്. അപ്പോൾ നമുക്ക് ഈ ഉദ്ദീപനങ്ങൾ കിട്ടുന്നത്, നമ്മുടെ ശരീരത്തിലേക്ക് ഈ ഒരു ഉദ്ദീപനം സ്റ്റിമുലൈ വരുന്നതെന്ന് പറയുന്നത്, ഇതിനെ തിരിച്ചറിയുന്നത് ഏതെങ്കിലും ഒരു സവിശേഷമായിട്ടുള്ള കോശങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും നാഡിയുടെ അഗ്രങ്ങളോ വെച്ചിട്ടാണ്. ആ അത്തരത്തിലുള്ള നാഡിയുടെ അഗ്രങ്ങളെയാണെന്ന് പറയുന്നത് റിസപ്റ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പം നമുക്കിങ്ങനെ ഇത്തരത്തിൽ കിട്ടുന്നതിനെ സെൻസറി റിസപ്റ്റേഴ്സ് എന്നാണ് പറയുന്നത് അല്ലേ. അപ്പോൾ ആ ഒരു ഗ്രാഹികളിൽ നമുക്ക് കിട്ടുന്നുണ്ട്. ഇനി ബാഹ്യ ആന്തര ഉദ്ദീപനങ്ങൾക്കനുസരിച്ച് ഗ്രാഹികളിൽ വൈദ്യുത സന്ദേശങ്ങൾ ഉണ്ടാകും. ഇത്തരം സന്ദേശങ്ങളാണ് റിസപ്റ്റർ പൊട്ടൻഷ്യൽ എന്നറിയപ്പെടുന്നത്. അതായത് ഈ ഒരു ബാഹ്യ ആന്തരം, ഇപ്പോൾ ഇത് എക്സ്റ്റേണൽ സ്റ്റിമുലൈ ആണെങ്കിലും ഇന്റേണൽ സ്റ്റിമുലൈ വഴിയാണെങ്കിലും ഈ ഉദ്ദീപനങ്ങൾക്കനുസരിച്ച് എന്താണ്? നമുക്ക് അവിടെ ഒരു പൊട്ടൻഷ്യൽ ഡെവലപ്പ് ചെയ്യും, ഒരു ഇലക്ട്രിക്കൽ സിഗ്നൽസ് പ്രൊഡ്യൂസ് ചെയ്യും. അതാണ് റിസപ്റ്റർ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. ഇനി അവിടെ തന്നെ അത് വെച്ച് ഇരുന്നിട്ട് കാര്യമുണ്ടോ? ഇല്ല. ഇതിനെ എന്ത് ചെയ്യണം? ഉയർന്ന അളവിൽ ഇത്തരം സന്ദേശങ്ങൾ ഗ്രാഹികളുമായി ബന്ധപ്പെട്ട ന്യൂറോണുകളിൽ ആക്ഷൻ പൊട്ടൻഷ്യൽ രൂപപ്പെടുത്തുന്നു. ആ റിസപ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട ന്യൂറോണിൽ എന്തുണ്ടാക്കും? ആക്ഷൻ പൊട്ടൻഷ്യൽ രൂപപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ആക്ഷൻ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെംബ്രൈനിന് പുറത്തും അതായത് അകത്തും പുറത്തുമായിട്ട് ഒരു നെഗറ്റീവ് പോസിറ്റീവ് ആയിട്ടുള്ള ഇലക്ട്രിക്കൽ സിഗ്നൽസ് ഉണ്ട്. ഈ ഒരു ആക്ഷൻ പൊട്ടൻഷ്യൽ നടക്കുമ്പോൾ ഇത് എന്ത് ചെയ്യും? തമ്മിൽ തിരിഞ്ഞ് പോകും. അതൊരു ടെമ്പററി ആയിട്ടുള്ളൊരു ചേഞ്ച് അവിടെ വരുന്നുണ്ട്. ഇത് നമ്മൾ നോക്കുന്നുണ്ട്, അത് കാര്യമായിട്ട് തന്നെ നമ്മൾ നോക്കുന്നുണ്ട്. ആക്ഷൻ പൊട്ടൻഷ്യൽ ന്യൂറോണുകളിലൂടെ നാഡീയ അവയവങ്ങളായി സഞ്ചരിക്കുന്നു. ഈ ആക്ഷൻ പൊട്ടൻഷ്യൽ എന്ത് ചെയ്യുന്നുണ്ട്? നെർവ് ഇമ്പൾസ് ആയിട്ട്, നെർവിൽ കൂടി ഇമ്പൾസ് ആയിട്ട് പോകും. ഇനി ഇത് എവിടെ ചെല്ലും? മസ്തിഷ്കത്തിൽ ചെല്ലും. കാര്യം ഇപ്പോൾ നമ്മൾ അവിടെ തന്നെ ഇരുന്നിട്ട് കാര്യമില്ല, ഇത് എവിടെ ചെല്ലണം? ബ്രെയിനിൽ ചെല്ലണം. നാഡീയ ആവേഗങ്ങൾ മസ്തിഷ്കത്തിലെ ബന്ധപ്പെട്ട ഭാഗങ്ങളിൽ എത്തുകയും ഉചിതമായ പ്രതികരണ നിർദ്ദേശങ്ങൾ രൂപപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഞാൻ കണ്ണടച്ചു എന്ന് പറഞ്ഞു, അതായത് ലൈറ്റ് അടിച്ചപ്പോൾ കണ്ണടച്ചു എന്ന് പറഞ്ഞു. ലൈറ്റ് എന്ന് പറയുന്ന സ്റ്റിമുലൈ വന്നു, എൻ്റെ അവിടെയുള്ള റിസപ്റ്റേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്? ഇത് എടുക്കുന്നുണ്ട്. എന്നിട്ട് ആക്ഷൻ പൊട്ടൻഷ്യൽ വഴി നെർവ് ഇമ്പൾസ് വഴി എന്ത് ചെയ്യുന്നുണ്ട്? തലച്ചോറിലെത്തുന്നുണ്ട്. തലച്ചോറാണ് മെസ്സേജ് തരുന്നത് കണ്ണടയ്ക്കാൻ എന്നുള്ളത്. ആ ഒരു പാതയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഈ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് പേശികളും ഗ്രന്ഥികളും വിവിധ തരത്തിൽ പ്രതികരിക്കുന്നു. അപ്പോൾ അവിടെ നിന്ന് എന്ത് ചെയ്യും? പ്രതികരണത്തിനുള്ള നിർദ്ദേശം ബ്രെയിനിൽ നിന്നും കൊടുക്കുകയാണ് ചെയ്യുന്നത്. കണ്ണടച്ചോളൂ എന്ന നിർദ്ദേശം ഒരു മെസ്സേജ് മാതിരി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഇതാണ് ഗ്രാഹികളും സന്ദേശങ്ങളും എന്ന് പറയുന്നത്. ഇനി ഇതിൽ നോക്കിക്കേ, ത്വക്കിലുള്ള ഗ്രാഹികളിലെ റിസപ്റ്റർ പൊട്ടൻഷ്യലാണ്. ഇനി ഇത് ന്യൂറോൺസിലേക്ക് പോകുമ്പോൾ ന്യൂറോണിലെ ആക്ഷൻ പൊട്ടൻഷ്യൽ ഉണ്ടോ?
ശരിക്കും അകത്ത് നെഗറ്റീവ്, വെളിയിൽ പോസിറ്റീവ് ആയിട്ടുള്ളതാണ്. ന്യൂറോണിലെ ആക്ഷൻ പൊട്ടൻഷ്യലാണ് ഈ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ന്യൂറോൺ എന്ന് പറയുന്നത് ഇതിൽ തന്നെ നമുക്ക് സെൻസറി റിസപ്റ്റേഴ്സും അതിൻ്റെ സെൻസസും എന്താണെന്ന് നമുക്ക് നോക്കാം. ഗ്രാഹികളും സംവേദനങ്ങളും എങ്ങനെയാണെന്ന് നോക്കാം. ഗ്രാഹികളിലൂടെ തിരിച്ചറിയാവുന്ന സംവേദനങ്ങളെ പൊതു സംവേദനങ്ങളെന്നും പ്രത്യേക സംവേദനങ്ങളെന്നും പറയും. അതായത് നമുക്ക് ഈ റിസപ്റ്റേഴ്സിലൂടെ അറിയാൻ പറ്റുന്ന സെൻസസ് ആണെങ്കിൽ അത് നമുക്ക് ജനറൽ ആയിട്ടുള്ള സെൻസസും ഉണ്ട്, സ്പെഷ്യൽ ആയിട്ടുള്ള സെൻസസും ഉണ്ട്. പൊതുസംവേദനകൾ ജനറൽ എന്ന് പറയുമ്പോൾ നമുക്ക് സാധാരണ സ്പർശം, വേദന, ചൂട്, മർദ്ദം ഇതൊക്കെ ഉണ്ടാകാറുണ്ട്. അപ്പോൾ അതെന്ന് പറയുന്നത് ത്വക്ക്, പേശികൾ, സന്ധികൾ, ആന്തരിക അവയവങ്ങൾ, രക്തക്കുഴലുകൾ എന്നിവയിലെ ഗ്രാഹികൾ തിരിച്ചറിയുന്നുണ്ട്. ജനറലായിട്ട് എല്ലാവരും കൂടി തിരിച്ചറിയണം. എന്നാൽ ചില കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾക്ക് കാഴ്ച, കേൾവി, രുചി, ഗന്ധം എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ സെൻസ് ഓർഗൻസ് നമ്മൾ പഠിച്ചു. ഈ സെൻസ് ഓർഗൻസിന് മാത്രമാണ് അത് തിരിച്ചറിയാൻ പറ്റുന്നത്, അല്ലാതെ വേറെ എവിടെയും അത് കാണുന്നില്ല. അപ്പോൾ അത്തരത്തിലുള്ളവ ഇങ്ങനെ പ്രത്യേക സംവേദനങ്ങളായിട്ടുള്ള, പ്രത്യേക സെൻസസ് ആയിട്ടുള്ള കാഴ്ച, കേൾവി, രുചി, ഗന്ധം ഇവയൊക്കെ അറിയാനായിട്ട് ചില അവയവങ്ങളിൽ മാത്രം കേന്ദ്രീകരിച്ചിരുന്ന ഗ്രാഹികളാണ് ഇത് തിരിച്ചറിയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അതിനെ സ്പെഷ്യൽ സെൻസസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ജനറൽ സെൻസസും ഉണ്ട്, സ്പെഷ്യൽ സെൻസസും ഉണ്ടല്ലേ. അങ്ങനെ അതുകൊണ്ടാണ് അതിനെ സെൻസ് ഓർഗൻസ് എന്ന് വിളിക്കുന്നത്. ഇനി മനുഷ്യരിലെ നാഡീവ്യവസ്ഥ, ഹ്യൂമൻ നെർവസ് സിസ്റ്റത്തിലേക്ക് നമ്മൾ കടക്കുവാണ്. അപ്പം നെർവസ് സിസ്റ്റത്തിന് എത്തുന്ന മുന്നേ സ്റ്റിമുല എന്താണ്, റെസ്പോൺസ് എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്, റിസപ്റ്റേഴ്സ് എന്താണ് എന്നുള്ളതൊക്കെയാണ് നമ്മൾ നോക്കിയത്. ഇനി മനുഷ്യന്റെ നെർവസ് സിസ്റ്റത്തിനെ പറ്റി നോക്കുകയാണെങ്കിൽ ജീവൽ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്നത് നാഡീവ്യവസ്ഥയാണ്. കാര്യം ഇമ്പൾസ് എല്ലാം കറക്റ്റ് പോകണം അല്ലേ, അതാണ് ഇങ്ങനെ വഹിച്ചുകൊണ്ട് പോവുകയാണ് ചെയ്യുന്നത്. നാഡീവ്യവസ്ഥയിൽ മസ്തിഷ്കം, സുഷ്മനാ നാഡികൾ, ഗ്രാഹികൾ എന്നിവ ഉൾപ്പെടുന്നു. അപ്പോൾ എന്തൊക്കെയാണ് നെർവസ് സിസ്റ്റത്തിൽ വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്രെയിൻ ഉണ്ട്, സ്പൈനൽ കോഡ് ഉണ്ട്, അതുമായി ബന്ധപ്പെട്ട നെർവ്സുകളുണ്ട്, അതുമായി ബന്ധപ്പെട്ട റിസപ്റ്റേഴ്സ്, ഇതെല്ലാം എവിടെ കാണുന്നുണ്ട്, നമ്മുടെ നെർവസ് സിസ്റ്റത്തിൽ കാണപ്പെടുന്നു. എന്താണ് ന്യൂറോൺസ്? ഇതിൻ്റെയൊക്കെ അടിസ്ഥാന യൂണിറ്റ് എന്ന് പറയുന്നത്, ഇതിൻ്റെ ബേസിക് അടിസ്ഥാനമായിട്ടുള്ള ഒരു നിർമ്മാണ ഘടകം, നാഡീവ്യവസ്ഥയുടെ ബേസിക് യൂണിറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ അത് എന്താണ്? നാഡീകോശങ്ങൾ അഥവാ ന്യൂറോണുകളാണ്. നാഡീകോശങ്ങൾ അഥവാ ന്യൂറോണുകളാണ്. ഇവ ഉദ്ദീപനങ്ങളെ സ്വീകരിച്ച് ഉചിതമായ സന്ദേശങ്ങൾ രൂപപ്പെടുത്താൻ കഴിവുള്ള സവിശേഷ കോശങ്ങളാണ്. ഈ ഉദ്ദീപനങ്ങളെല്ലാം വാങ്ങിയിട്ട് എന്ത് ചെയ്യും? സവിശേഷമായിട്ടുള്ള സന്ദേശങ്ങൾ രൂപപ്പെടുത്താൻ കഴിയുന്ന പ്രത്യേക സെല്ലാണ് ഏതെന്ന് പറയുന്നത്? ന്യൂറോൺസ് എന്ന് പറയും. അപ്പം നെർവസ് സിസ്റ്റത്തിൻ്റെ ബേസിക് യൂണിറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എഴുതുക, അതെന്താണ്? ന്യൂറോൺ ആണ്. ന്യൂറോൺസ് ആണ് അതിൻ്റെ ബേസിക് യൂണിറ്റ്. ഇത് ന്യൂറോണിൻ്റെ ഒരു സ്ട്രക്ചറാണ് ഈ കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ഓരോ പാർട്ടുകളും നമുക്ക് നോക്കാം. ഇതാണ് സെൽ ബോഡി, കോശ ശരീരം എന്നറിയപ്പെടുന്നത്, സെൽ ബോഡി എന്നറിയപ്പെടുന്നത്. ഇനി ഇതിൽ നോക്കിക്കേ, ഇതിൽ ഡെൻഡ്രോൺ ഉണ്ട്, അതുപോലെ തന്നെ ഇതാണ് ഡെൻഡ്രോൺ എന്ന് പറയുന്നത്. ഇതാണ് ഡെൻഡ്രോൺ. ഈ ഡെൻഡ്രോണിൻ്റെ ബ്രാഞ്ചസിനെയാണ് ഡെൻഡ്രൈറ്റ്സ് എന്ന് വിളിക്കുന്നത്. ഇതിന് ന്യൂക്ലിയസ് ഉണ്ട്. ഈ കോശ സെൽ ബോഡിക്കുള്ളിൽ ഒരു ന്യൂക്ലിയസ് ഉണ്ട്. ഇതിൽ നിന്ന് പോകുന്ന ഈ ഒരു എക്സ്റ്റൻഷനാണ് ആക്സോൺ എന്ന് പറയുന്നത്. ഇതാണ് ആക്സോൺ എന്ന് പറയുന്നത്, ഈ ഒരു എക്സ്റ്റൻഷൻ. ഈ ഒരു എക്സ്റ്റൻഷൻ്റെ അഗ്രഭാഗമാണ് ആക്സോണൈറ്റ്സ് എന്ന് വിളിക്കുന്നത്. ഇതാണ് സിനാപ്റ്റിക് നോബ്. ഇതിൻ്റെ അറ്റത്തെല്ലാം ഈ ഒരു നോബ് പോലെ കാണപ്പെടുന്നതാണ് സിനാപ്റ്റിക് നോബ്. ഈ ഓരോ പാർട്ടും ഇമ്പോർട്ടൻ്റ് ആണ് അല്ലെ, നല്ല നോക്കി വെച്ചിരിക്കുക. സെൽ ബോഡി, ഡെൻഡ്രോൺ, ഡെൻഡ്രൈറ്റ്, ആക്സോൺ, ആക്സോണൈറ്റ്, അതുപോലെ സിനാപ്റ്റിക് നോബ്. ഇതാണ് ഒരു ന്യൂറോണിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ബേസിക് ആയിട്ടുള്ള നെർവസ് സിസ്റ്റത്തിൻ്റെ ബേസിക് യൂണിറ്റ് ആയിട്ടുള്ള ന്യൂറോണിൻ്റെ സ്ട്രക്ചറാണ് ഈ കൊടുത്തിരിക്കുന്നത്. നാഡീകോശത്തിൻ്റെ കേന്ദ്രമാണ് കോശ ശരീരം. ഇവിടെ കോശസ്തരം ഉണ്ടാവും, കോശദ്രവ്യം ഉണ്ടാവും, ന്യൂക്ലിയസ് ഉണ്ടാവും. അതുപോലെ നമ്മളിപ്പോൾ സെല്ല് പഠിച്ചതുപോലെ അതിനകത്ത് ന്യൂക്ലിയസ്, സൈറ്റോപ്ലാസം, ഓർഗനൽസ് ഇവയെല്ലാം ഉണ്ടാകും. അതുപോലെ ഇവിടെ എങ്ങനെയാണ് ഈ സെൽ ബോഡി, ഇതാ സെൽ ബോഡി എന്ന് പറയുന്നത്. ഈ സെൽ ബോഡിക്കുള്ളിൽ ഇതെല്ലാം ഉണ്ടാകാറുണ്ട്. ഇനി എന്താണ്? കോശ ശരീരത്തിൽ നിന്നും പുറപ്പെടുന്ന നേർത്ത തന്തുക്കളെയാണ് ഡെൻഡ്രോൺസുകൾ എന്ന് വിളിക്കുന്നത്. ഇവയുടെ ശാഖയാണ് ഡെൻഡ്രൈറ്റുകൾ എന്ന് വിളിക്കുന്നത്. തൊട്ടടുത്ത് മറ്റ് നാഡീകോശങ്ങളിൽ നിന്നും ഡെൻഡ്രൈറ്റുകൾ സ്വീകരിക്കുന്ന സന്ദേശങ്ങൾ കോശ ശരീരത്തിലേക്ക് കൈമാറുന്നത് ആരാണ്? ഡെൻഡ്രോണുകളിലൂടെയാണ്. ഇപ്പോൾ രണ്ട് ന്യൂറോൺ അടുത്തടുത്ത് നിൽക്കുകയാണെങ്കിൽ ഇപ്പോൾ അതിന് തൊട്ട് മുന്നേയുള്ള ന്യൂറോണിൽ നിന്നും അതിൻ്റെ സന്ദേശം ആരാ വാങ്ങുന്നത്? ഡെൻഡ്രോൺസ് ആണ് വാങ്ങുന്നത്. കോശ ശരീരത്തിൽ നിന്നുള്ള നീളം കൂടിയ തന്തുവാണ് ഇതെന്ന് പറയുന്നത് ആക്സോൺ എന്ന് പറയുന്നത്. അതിൻ്റെ ശാഖകളെ ആക്സോണൈറ്റുകൾ എന്ന് പറയും. കോശ ശരീരത്തിൽ നിന്നുള്ള സന്ദേശങ്ങൾ ആക്സോണുകളിലൂടെ എവിടെ എത്തുന്നുണ്ട്? ആക്സോണൈറ്റുകളിലേക്ക് എത്തുന്നുണ്ട്. ആക്സോണൈറ്റിൻ്റെ അഗ്രഭാഗത്ത് ഒരു മുഴകൾ പോലെ കാണുന്നതാണ് സിനാപ്റ്റിക് നോബ് എന്ന് പറയുന്നത്. ആ ഒരു പിക്ചറിൽ ഒന്നും കൂടി ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഡെൻഡ്രോൺ എന്ന് പറയുന്നത്. അതിൻ്റെ അഗ്രഭാഗത്തെ ബ്രാഞ്ചസ് ആണ് ഡെൻഡ്രൈറ്റ് എന്ന് പറയുന്നത്. ഇത് സെൽ ബോഡി. ഈ സെൽ ബോഡിയിൽ നിന്നുള്ള എക്സ്റ്റൻഷനാണ് ആക്സോൺ എന്ന് പറയുന്നത്. ആക്സോണിൻ്റെ അഗ്രഭാഗത്തുള്ള ബ്രാഞ്ചസ് ആണ് ആക്സോണൈറ്റ്സ് എന്ന് പറയുന്നത്. ഇവിടെ ഈ ഒരു ബൾബ് ലൈക്ക് സ്ട്രക്ചേഴ്സിനെയാണ് സിനാപ്റ്റിക് നോബ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് ഒരു ന്യൂറോണിനെ പറ്റി, ഒരു ന്യൂറോണിൻ്റെ ബേസിക് സ്ട്രക്ചറിനെ പറ്റി നോക്കുന്നത്. ഇനി ഇതിൽ തൊട്ടടുത്തുള്ള നാഡീകോശത്തിലേക്ക് രാസസന്ദേശങ്ങൾ കൈമാറുന്നുള്ളത് ആരാണ്? അത് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ആണ്. ഓരോ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് വഴിയാണ് അടുത്ത കോശത്തിലേക്ക് എന്ത് കൈമാറുന്നത്?
സന്ദേശങ്ങൾ, കെമിക്കൽ മെസ്സേജാണ് അവിടെ പോകുന്നത്. അങ്ങനെ നമുക്കുള്ള അസറ്റൈൽ കോളൈൻ എന്നൊക്കെ പറയുന്ന ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് സിനാപ്റ്റിക് നോബിൽ ഉണ്ടാകും. ആ മുഴകൾ പോലെയുള്ള ഇതിൽ ഉണ്ടാകാറുണ്ട്. ഇതാ ഈ പിക്ചറിൽ നാഡീവ്യവസ്ഥയിലെ കുറേ കോശങ്ങളെ പറ്റിയാണ് കൊടുത്തിരിക്കുന്നത്. ഇതാണ് എപ്പിൻഡമൽ സെൽസ് എന്ന് പറയുന്നത്. ഇതാണ് എപ്പിൻഡമൽ സെൽസ്. ഇതാണ് ഒലിഗോഡെൻഡ്രോസൈറ്റ് എന്ന് പറയുന്നത്. ഇതാണ് മൈക്രോഗ്ലിയൽ സെൽസ്. ഇത് ഓസ്ട്രോസൈറ്റ്. ഇങ്ങനെ ഇത്രയും. ഇത് ഷ്വാൻ സെൽസ്. ഈ ഷ്വാൻ സെൽസ് ഒലിഗോഡെൻഡ്രൈറ്റും ഒക്കെ നോക്കി വെച്ചിരിക്കണം. ഇനി പഠിക്കാൻ പോകുന്നതിൽ കേൾക്കും ഈ പേരുകൾ. എപ്പിൻഡമൽ സെൽസ് ഒക്കെ കേൾക്കും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ നാഡീവ്യവസ്ഥയിലുള്ള പ്രത്യേക സെൽസുകൾ എന്ന് പറയുന്നത്. ഇനി എന്താണ് ന്യൂറോഗ്ലിയൽ സെൽസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, മസ്തിഷ്കത്തിലും സുഷുമ്നയിലും പകുതിയിലധികം ന്യൂറോഗ്ലിയൽ കോശങ്ങളാണ് ഉള്ളത്. വിഭജനശേഷിയുള്ള ഈ കോശങ്ങൾക്ക് ഉദ്ദീപനങ്ങളെ സ്വീകരിക്കാനോ സന്ദേശങ്ങളെ കടത്തിവിടാനോ ഒന്നും കഴിവില്ല. എന്നാൽ പിന്നെ എന്താ ഇതിന്റെ ധർമ്മം? ഇതിന് അങ്ങോട്ടേക്ക് ഉദ്ദീപനങ്ങളെ ഒന്നും കയറ്റിവിടാനോ സ്റ്റിമുലസിനെ ഒന്ന് സ്വീകരിക്കാനോ അതിന് സന്ദേശങ്ങളെയൊക്കെ കടത്തിവിടാനോ ഒന്നും പറ്റത്തില്ല. ഇതിന് മറ്റു കുറേ ധർമ്മങ്ങളുണ്ട്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാഡീകോശങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള പോഷണം എത്തിച്ചു കൊടുക്കുന്നു. ന്യൂറോൺസിന് വേണ്ടിയിട്ടുള്ള പോഷണം എത്തിച്ചു കൊടുക്കുന്നുണ്ട്. മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നുണ്ട്. പ്രതിരോധ കോശങ്ങളായി പ്രവർത്തിക്കുന്നു. മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നു, പ്രതിരോധ കോശങ്ങളായി പ്രവർത്തിക്കുന്നു. മൈലിൻ ഷീത്തിന്റെ നിർമ്മാണം ചെയ്യാറുണ്ട് ന്യൂറോഗ്ലിയൽ സെൽസ്. സെറിബ്രോസ്പൈനൽ ദ്രവത്തിന്റെ രൂപീകരണവും ചെയ്യാറുണ്ട്. അപ്പൊ ഇത്രയാണ് എന്തിന്റെ ന്യൂറോഗ്ലിയൽ സെൽസിന്റെ ധർമ്മങ്ങൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കേണ്ടത് മൈലിൻ ഷീത്താണ്. ഇതാണ് മൈലിൻ ഷീത്ത് എന്ന് പറയുന്നത്. കണ്ടോ, ഇതാണ് മൈലിൻ ഷീത്ത്. അതിനെ എടുത്തു കൊടുത്തിട്ടുണ്ട് ഒരു പിക്ചറിൽ. ഇതാ മൈലിൻ ഷീത്ത് എന്ന് പറയുന്നൊരു ഇതാണ് ഈ കൊടുത്തിരിക്കുന്നത്, മൈലിൻ ഷീത്ത്. ഇനി നമുക്ക് നോക്കേണ്ടത് ചില ന്യൂറോണുകളിൽ ആക്സോണിനെ പൊതിഞ്ഞ് കാണപ്പെടുന്ന ഒരു ആവരണമാണ് മൈലിൻ ഷീത്ത് എന്ന് പറയുന്നത്. ഇത് തിളക്കമുള്ള വെളുപ്പ് നിറത്തിലുള്ള മൈലിൻ എന്ന കൊഴുപ്പ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പം എല്ലാ ന്യൂറോണും എന്നല്ല, ചില ന്യൂറോണുകളിൽ ആക്സോണിനെ പൊതിഞ്ഞ് കാണപ്പെടുന്ന ഒരു വെളുത്ത ആവരണമാണ് മൈലിൻ ഷീത്ത്. പല എക്സാമ്പിൾക്കും ചോദിച്ചിട്ടുണ്ട്, ശ്രദ്ധിച്ച് കേൾക്കുക. ഇതെന്താണ് ചില ന്യൂറോണുകൾ ആക്സോൺ, ആ നീളമുള്ള ആക്സോണിനെ ഈ ഒരു പിക്ചറിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. കണ്ടോ, ഈ നീളമുള്ള ആക്സോണിനെ പൊതിഞ്ഞ് കാണുന്ന ഒരു ആവരണമാണ് എന്തെന്ന് പറയുന്നത് ഈ മൈലിൻ ഷീത്ത് എന്ന് പറയുന്നത്. ഇതെന്താണ് ഇവിടെ അതിന്റെ ധർമ്മം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊരു ഇൻസുലേറ്റർ ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്. സന്ദേശങ്ങളുടെ പ്രസരണ വേഗത വർദ്ധിപ്പിക്കുക, നാഡീകോശത്തിന് എന്താണ് പോഷണം കൊടുക്കുക, ന്യൂട്രീഷൻ കൊടുക്കുക, ബാഹ്യശതങ്ങളിലൊക്കെ നല്ല എക്സ്റ്റേണൽ ആയിട്ടുള്ള എന്തെങ്കിലും പ്രശ്നത്തിൽ നിന്നൊക്കെ സംരക്ഷിക്കുക, ഇതൊക്കെയാണ് ഇതിന്റെ ധർമ്മങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് മൈലിൻ ഷീത്ത് എന്ന് പറയുന്നത്. ആക്സോണിനെ കവർ ചെയ്തിട്ടാണ് ഇത് കാണപ്പെടുന്നത്. മസ്തിഷ്കത്തിലും സുഷ്മുനയിലും മൈലിൻ ഷീത്തിനെ നിർമ്മിക്കുന്നത് ഒലിഗോഡെൻഡ്രോസൈറ്റ്. നേരത്തെ നമ്മളെ സെൽസുകൾ പഠിച്ചപ്പോൾ അതിൽ കണ്ടായിരുന്നു ഒലിഗോഡെൻഡ്രോസൈറ്റ് എന്ന് പറയുന്നത്. മസ്തിഷ്കത്തിലും സുഷുമ്നയിലാണെങ്കിൽ അത് ഒലിഗോഡെൻഡ്രോസൈറ്റുകളും, നാഡികളിൽ അതായത് നമുക്ക് സെൻട്രൽ നെർവസ് സിസ്റ്റം ഉണ്ട്, പെരിഫറൽ നെർവസ് സിസ്റ്റം ഉണ്ട്. അപ്പോൾ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ ഇതിൻ്റെ ഒരു ഡിവിഷൻ ഉണ്ട് നെർവസ് സിസ്റ്റത്തിലാണ് നമ്മൾ നോക്കും. അതിൽ സെൻട്രൽ നെർവസ് സിസ്റ്റം ബ്രെയിൻ സ്പൈനൽ കോഡിലൊക്കെ ആണെങ്കിൽ ഒലിഗോഡെൻഡ്രോസൈറ്റ്സുകളാണ് ഈ ഒരു മൈലിൻ ഷീത്തിനെ നിർമ്മിക്കുന്നത്. പക്ഷേ നമ്മൾ പെരിഫറൽ നെർവസ് സിസ്റ്റത്തിൽ അതായത് നാഡികളിലേക്ക് എത്തുമ്പോൾ മൈലിൻ ഷീത്തിനെ നിർമ്മിക്കുന്നത് ഷ്വാൻ കോശങ്ങളാണ്. ഇത് നേരെ പഠിച്ചു വെച്ചിരിക്കണം. മസ്തിഷ്കത്തിലും സുഷുമ്നയിലാണെങ്കിൽ ഒലിഗോഡെൻഡ്രോസൈറ്റുകളാണ്. മസ്തിഷ്കത്തിലും സുഷുമ്നയിലും മൈലിൻ ഷീത്തുള്ള നാഡീകോശങ്ങൾ കൂടുതലായിട്ട് കാണപ്പെടുകയാണ്. കാര്യം ഇതൊരു വൈറ്റ് കളർ ആയിട്ടുള്ള ഒരു ആവരണമാണ്. അപ്പോൾ ഇത് ഇഷ്ടംമാതിരി ഉണ്ടെങ്കിൽ ആ ഏരിയ എന്തായിട്ട് കാണപ്പെടും? വൈറ്റ് കളറിൽ കാണപ്പെടും. അപ്പോൾ അതുകൊണ്ട് വൈറ്റ് മാറ്റർ എന്നാണ് അറിയുന്നത്. ഇനി ഇതിൽ കോശശരീരം ഒരു മൈലിൻ ഷീത്ത് ഇല്ലാത്ത നാഡീകോശങ്ങളാണെങ്കിൽ അതിന് ഗ്രേ മാറ്റർ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ എന്താ വൈറ്റ് മാറ്റർ, ഗ്രേ മാറ്റർ എന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. മൈലിൻ ഷീത്ത് ഉള്ള ഏരിയ ആണെങ്കിൽ അത് വൈറ്റ് മാറ്ററും, മൈലിൻ ഷീത്തും അതുപോലെ തന്നെ ഈ നാഡീകോശങ്ങൾ കോശശരീരമൊന്നും ഇല്ലാത്ത നാഡീകോശങ്ങളാണെങ്കിൽ അതിന് ഗ്രേ മാറ്റർ എന്നാണ് പറയുന്നത്. ഒരു കൂട്ടം നാഡീകോശങ്ങളുടെ കോശശരീര ഭാഗങ്ങളെ ഒരാവരണം കൊണ്ട് പൊതിഞ്ഞിരിക്കുന്നു. ഗോളാകൃതിയിൽ കാണപ്പെടുന്ന ഇത്തരം ഭാഗങ്ങളെയാണ് ഗാംഗ്ലിയോൺസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താ ഗാംഗ്ലിയോൺസ് എന്ന് പറയുന്നത്? നാഡീകോശങ്ങളുടെ കോശശരീരം അതായത് സെൽ ബോഡി ഉണ്ടല്ലോ, ആ സെൽ ബോഡിയുടെ ഭാഗങ്ങളെ ഒരു ആവരണം കൊണ്ട് കവർ ചെയ്തിരിക്കും. അതിനെയാണ് ഗാംഗ്ലിയോൺസ് എന്ന് പറയുന്നത്. അപ്പം നാഡീവ്യവസ്ഥയെ പറ്റി നോക്കാം നമുക്ക്. പരിണാമപരമായി ഉയർന്ന തലത്തിൽപ്പെട്ട മനുഷ്യരിൽ ബാഹ്യവും ആന്തരികവുമായ മാറ്റങ്ങൾക്കനുസരിച്ച് ശാരീരിക പ്രതികരണങ്ങളെ രൂപപ്പെടുത്തുകയും അവ ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന സംവിധാനമാണ് നാഡീവ്യവസ്ഥ എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഈ നാഡീവ്യവസ്ഥയെ തന്നെ നമുക്ക് ഇതിൽ തരംതിരിക്കാം. കേന്ദ്ര നാഡീവ്യവസ്ഥയെന്നും അതുപോലെ തന്നെ പെരിഫറൽ നാഡീവ്യവസ്ഥയെന്നും, സെൻട്രൽ നെർവസ് സിസ്റ്റവും പെരിഫറൽ നെർവസ് സിസ്റ്റവും നമുക്ക് തരംതിരിക്കാൻ പറ്റും. അപ്പോൾ എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. നാഡീവ്യവസ്ഥയെ തന്നെ കേന്ദ്ര നാഡീവ്യവസ്ഥ, പെരിഫറൽ നാഡീവ്യവസ്ഥ ഇങ്ങനെയാണ് തരംതിരിച്ചിരിക്കുന്നത്. ഈ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ എന്ന് പറയുമ്പോൾ നമ്മുടെ ബ്രെയിനും സ്പൈനൽ കോഡും, മസ്തിഷ്കവും സ്പൈനൽ കോഡും ആണ് വരുന്നത്. അത് ഉൾപ്പെടുന്നതാണ്. എങ്കിൽ പെരിഫറൽ നെർവസ് സിസ്റ്റം എന്ന് പറയുമ്പോൾ കേന്ദ്ര നാഡീവ്യവസ്ഥയെ അവയവങ്ങളുമായിട്ട് ബന്ധിപ്പിക്കുന്ന 12 ജോഡി ശിരോ നാഡികളും 31 ജോഡി സൂക്ഷ്മനാ നാഡികളുമാണ്.
12 ജോഡി ക്രേനിയൽ നെർവ്സും 31 ജോഡി സ്പൈനൽ നെർവ്സും ആണ് ഉള്ളത്. അതൊന്ന് ഓർത്ത് വെച്ചിരിക്കണം. ക്രേനിയൽ നെർവ്സും സ്പൈനൽ നെർവ്സും എത്ര ജോഡിയാണെന്നുള്ളതും ഓർത്ത് വെക്കണം. ഇത് ചേരുന്നതാണ് പെരിഫറൽ നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇനി ഞാൻ പറഞ്ഞു സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലെ മെയിൻ ആയിട്ടുള്ള ആൾക്കാരാണ് ബ്രെയിനും സ്പൈനൽ കോഡും എന്ന് പറയുന്നത്. ഇത് ബ്രെയിനിൻ്റെ ഒരു ഇതാണ്. ബ്രെയിനിനെ പ്രൊട്ടക്ട് ചെയ്തിട്ടുള്ള ആ ഒരു കവറിങ്ങുകളാണ് മെനിഞ്ചസ് എന്ന് പറയുന്നത്. മെംബ്രെയിനൈസ് ആയിട്ടുള്ള കവറിംഗ് ആണ് മെനിഞ്ചസ് എന്ന് പറയുന്നത്. അതിനുള്ളിൽ കാണപ്പെടുന്ന സ്പൈനൽ ദ്രവം ആണ് സെർബോ സ്പൈനൽ ദ്രവം എന്നറിയപ്പെടുന്ന CSF, സെർബോ സ്പൈനൽ ഫ്ലൂയിഡ് എന്ന് അറിയപ്പെടുന്നു. അപ്പോൾ ഈ മെനിഞ്ചസിനൊക്കെ ഉള്ളിൽ കാണപ്പെടുന്ന ഫ്ലൂയിഡാണ്. മസ്തിഷ്കം, സുഷുമ്ന എന്നിവയെ പൊതിഞ്ഞു കാണപ്പെടുന്ന 3 പാളികളോട് കൂടിയ ഒരു ആവരണമാണ് മെനിഞ്ചസ് എന്ന് പറയുന്നത്. മെനിഞ്ചസിന്റെ ആന്തരപാളികൾക്കിടയിലും മസ്തിഷ്കത്തിന്റെ അറകളിലും സുഷുമ്നയുടെ സെൻട്രൽ കനാലിലും നിറഞ്ഞിരിക്കുന്ന ദ്രാവകമാണ് സെർബോ സ്പൈനൽ ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. സെർബോ സ്പൈനൽ ദ്രവം എന്ന്. അപ്പോൾ എവിടെയൊക്കെ ഉണ്ട് എന്നുള്ളത് ശ്രദ്ധിക്കുക. മെനിഞ്ചസിന്റെ ആന്തരപാളികൾക്കിടയിലും മസ്തിഷ്കത്തിന്റെ അറകളിലും സുഷുമ്നയുടെ സെൻട്രൽ കനാലിലും ഇത് ഉണ്ടാകാറുണ്ട്. ഈ ദ്രവത്തിന്റെ രൂപീകരണത്തിന് നേരത്തെ നമ്മൾ സെല്ല് പഠിച്ചപ്പോൾ എപ്പിൻഡമൽ സെൽസ് പഠിച്ചില്ലേ? ഈ എപ്പിൻഡമൽ സെൽസിക്ക് വലിയൊരു പങ്കുണ്ട് ഈ ഒരു CSFന്റെ രൂപീകരണത്തിനെ സംബന്ധിച്ച്. കേന്ദ്ര നാഡീ വ്യവസ്ഥയിൽ സെർബ്രോസ്പൈനൽ ദ്രവത്തിന്റെ ധർമ്മങ്ങൾ എന്താണെന്ന് നോക്കാം. കലകൾക്ക് ഓക്സിജനും പോഷണവും നൽകുന്നു, മാലിന്യങ്ങളെ നീക്കം ചെയ്യുന്നു, മർദ്ദം ക്രമീകരിക്കുന്നു, അതൊരു പ്രഷർ ഒന്ന് റെഗുലേറ്റ് ചെയ്യുന്നു, ബാഹ്യശതങ്ങളിൽ നിന്നെല്ലാം. അതായത് ഷ്വാൻ സെൽസിൻ്റെ ഏതാണ്ട് ഒരുപോലെ ഉള്ള കാര്യങ്ങളാണ് ബാഹ്യശതങ്ങളിൽ നിന്നൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത്. തലയ്ക്കുള്ളിൽ അല്ലെങ്കിൽ തലച്ചോറിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഇതാണ് സെർബോ സ്പൈനൽ ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. നാഡീ വ്യവസ്ഥയുടെ ഒരു പ്രധാന ഭാഗമാണ് ബ്രെയിൻ സ്റ്റെം എന്ന് പറയുന്നത്. അതായത് ഈ ബ്രെയിൻ സ്റ്റെം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്രെയിനിൻ്റെ എല്ലാ ഭാഗങ്ങളും അതിൽ വരുന്നില്ല. ബ്രെയിനിൻ്റെ മിഡ് ബ്രെയിൻ, പോൺസ്, മെഡുല ഒബ്ലാങ്കേറ്റ ഇതൊക്കെയാണ് ഇതിൽ വരുന്നത്. മസ്തിഷ്കത്തിന് സുഷുമ്നയ്ക്കും ഇടയിലുള്ള ഒരു പാലമായിട്ടാണ് എന്ത് പ്രവർത്തിക്കുന്നത്? ഈ ബ്രെയിൻ സ്റ്റെം പ്രവർത്തിക്കുന്നത്. അപ്പോൾ ബ്രെയിൻ സ്റ്റെം ആവശ്യ ജീവൽ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നതിൽ എന്താണ് നിർണായകമായിട്ടുള്ള ഒരു പങ്കാണ് വഹിക്കുന്നത്. എന്തിനും ഇടയ്ക്കാണെന്ന് വെച്ചാൽ ബ്രെയിനും സ്പൈനൽ കോഡിനും ഇടയ്ക്ക്, മസ്തിഷ്കത്തിനും സുഷുമ്നയ്ക്കും ഇടയ്ക്ക് ഒരു ബ്രിഡ്ജ് പോലെ ആക്ട് ചെയ്യുന്ന ആളാണ് ആരെന്ന് പറയുന്നത്? ബ്രെയിൻ സ്റ്റെം എന്ന് പറയുന്നത്. ഇനി നമ്മുടെ ബ്രെയിനിലെ ഓരോ പാർട്ടുണ്ട്, ശ്രദ്ധിച്ച് കേൾക്കണം. ഒരുപാട് എക്സാം 10th ലെവൽ ആയിക്കോട്ടെ ഡിഗ്രി ലെവൽ ആയിക്കോട്ടെ ഒരുപാട് എക്സാമുകൾക്ക് ഈ ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ആദ്യം നമുക്ക് സെറിബ്രം നോക്കാം. ഈ നോക്കിക്കേ, മസ്തിഷ്കത്തിലെ ഏറ്റവും വലിയ ഭാഗം അത് സെറിബ്രമാണ്. മസ്തിഷ്കത്തിലെ ഏറ്റവും വലിയ ഭാഗമാണ് ഈ ഭാഗമായിട്ടുള്ള സെറിബ്രം എന്ന് പറയുന്നത്. മസ്തിഷ്കത്തിലെ ഏറ്റവും വലിയ ഭാഗം ഗ്രേ മാറ്റർ കാണപ്പെടുന്ന ബാഹ്യഭാഗത്തെ. അപ്പോൾ ഞാൻ നേരത്തെ വൈറ്റ് മാറ്ററും ഗ്രേ മാറ്ററും എന്താണെന്ന് പഠിപ്പിച്ചു. അപ്പോൾ മസ്തിഷ്കത്തെ സംബന്ധിച്ച് അതിൽ മസ്തിഷ്കത്തിൻ്റെ സെറിബ്രത്തിൻ്റെ ഔട്ടർ പാർട്ട് എന്ന് പറയുന്നത് ഗ്രേ മാറ്ററാണ്. അതിനെ നമ്മൾ എന്തെന്ന് പറയും? കോർട്ടെക്സ് എന്നും ഇന്നർ വൈറ്റ് മാറ്ററിനെ മെഡുല എന്നുമാണ് പറയുന്നത്. പ്രശ്നപരിഹാരം, ആസൂത്രണം, ഐച്ഛിക ചലനങ്ങൾ എന്നിവയിൽ മുഖ്യ പങ്ക് വഹിക്കുന്നു. ഓർമ്മ, ബുദ്ധി, ചിന്ത, ഭാവന എന്നിവയുടെ കേന്ദ്രം. അതുപോലെ ഇന്ദ്രിയാനുഭവങ്ങൾ അല്ലെ, നമ്മൾ സെൻസ് ഓർഗൻസ് പഠിച്ചപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. ബ്രെയിനിൽ പോയാണ് ഇതൊക്കെ എന്നൊക്കെ നമ്മൾ അവിടെ പഠിച്ചു. അപ്പോൾ അവിടെ അതായത് സെൻസ് ഓർഗൻസിൻ്റെ കേസിൽ ഇന്ദ്രിയ അനുഭവങ്ങളൊക്കെ ലഭ്യമാകുന്നതും നമുക്ക് സെറിബ്രത്തിൽ നിന്നാണ്. ദെൻ അടുത്ത് സെറിബ്രത്തിന് തൊട്ട് വരുന്ന ഈ സെറിബെല്ലം എന്ന് പറയുന്നത് മസ്തിഷ്കത്തിലെ രണ്ടാമത്തെ വലിയ ഭാഗം. സെറിബ്രത്തിന് പിന്നിൽ താഴെയായി കാണപ്പെടുന്നു. പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ച് ശരീര തുലന നില കൈവരിക്കാൻ സഹായിക്കുന്നു. മസിലിൻ്റെ പ്രവർത്തനങ്ങളെ അതിനെ എന്ത് ചെയ്യുന്നുണ്ട്? അതിൻ്റെ പ്രവർത്തനങ്ങളെയൊക്കെ ഏകോപിപ്പിക്കും, കോർഡിനേറ്റ് ചെയ്തിട്ട്. അപ്പോൾ നമ്മൾ പഠിക്കുന്നുണ്ട്, പല എക്സാമുകൾക്കും ചോദിച്ചിട്ടുണ്ട്, മദ്യപാനികളിൽ മദ്യം ബാധിക്കുന്ന തലച്ചോറിൻ്റെ ഭാഗം, ശരീരത്തിൽ തലച്ചോറിൻ്റെ ഭാഗം സെറിബെല്ലമാണ്. അപ്പോൾ അതുകൊണ്ടാണ് അവർക്കൊരു പേശി പ്രവർത്തനങ്ങളൊന്നും കറക്റ്റ് ശരിയാവാത്തത്. കാര്യം അത് നന്നായിട്ട് ചെയ്യുന്ന സെറിബെല്ലത്തിനെയാണ് ഇത് അഫക്റ്റ് ചെയ്തിരിക്കുന്നത് മദ്യം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അവർ നടക്കുന്നതിലൊക്കെ ആ ഒരു ബുദ്ധിമുട്ടൊക്കെ വരുന്നത്. ഇനി വരുന്നതാണ് തലാമസ് എന്ന് പറയുന്ന ഈ ഒരു പോർഷൻ. തലാമസ് മസ്തിഷ്കത്തിലെ ആന്തരഭാഗത്ത് കാണപ്പെടുന്നു. സെറിബ്രത്തിൽ നിന്നുള്ള സന്ദേശങ്ങളും പുനർപ്രസരണ കേന്ദ്രമാണ്. അപ്പോൾ പല എക്സാമുകൾക്കും ചോദിച്ചിട്ടുള്ളതാണ് ഈ വേദന സംഹാരികൾ ആക്ട് ചെയ്യുന്ന സ്ഥലം എവിടെയാണ് എന്നുള്ളത്. അത് നമ്മുടെ തലാമസ് ആണ് കേട്ടോ. അതായത് ഇവിടെ ഒരു റിലേ സെന്റർ ആയിട്ടാണ് ആര് ആക്ട് ചെയ്യുന്നത്? തലാമസ് ആക്ട് ചെയ്യുന്നത്. അത് നമ്മുടെ ബാക്കി ശരീരഭാഗത്ത് നിന്ന് വരുന്ന ഈ സിഗ്നൽസ് എല്ലാം ഇങ്ങോട്ട് കയറ്റി വിടുകയും അവിടെ നിന്ന് വരുന്നത്, അതായത് ബ്രെയിനിൽ നിന്ന് വരുന്നത് തിരിച്ചു പോവുകയും ചെയ്യുന്നു. അപ്പോൾ വേദന വരാണ്ടിരിക്കാനായിട്ട് അവിടെ ആളിനെയാണ് ബ്ലോക്ക് ആക്കി വെക്കുന്നത്, തലാമസിനെ. ഇനി ഹൈപ്പോ തലാമസ് എന്ന് പറയുന്നത് ഇതിന് തൊട്ട് താഴെയുള്ള, തലാമസിന് താഴെയുള്ളതാണ് ഹൈപ്പോ തലാമസ്. ഇവിടെയാണ് ശരീരോഷ്മാവ്, വിശപ്പ്, ദാഹം, വികാരങ്ങൾ അടങ്ങിയ വിവിധ ശാരീരിക പ്രവർത്തനങ്ങളെ നിയന്ത്രിച്ച് ആന്തര സമസ്ഥിതി പാലിക്കുന്നതിന് സഹായിക്കുന്ന ആളാണ് ഹൈപ്പോ തലാമസ് എന്ന് പറയുന്നത്.
ഇനിയിപ്പോൾ ബ്രെയിനിൽ തന്നെ നമുക്ക് മിഡ് ബ്രെയിൻ, പോൺസ്, മെഡില ഒബ്ലാങ്കേറ്റ, ഇതിൽ തന്നെ മെഡില ഒബ്ലാങ്കേറ്റ എന്ന് പറയുന്നതാണ് ഇത്. മെഡില ഒബ്ലാങ്കേറ്റയെ സംബന്ധിച്ച് നമുക്കറിയാം, ഇങ്ങനെ ഇടിച്ച് വീഴരുത് എന്നൊക്കെ നമ്മൾ പറയണം, ഇവിടെ ഇടിക്കരുത് എന്നൊക്കെ പറയുന്നത് കാര്യം അവിടെയാണ് നമ്മുടെ മെഡില ഒബ്ലാങ്കേറ്റ. മെഡില ഒബ്ലാങ്കേറ്റയുടെ അവിടെ ആഘാതം ഏറ്റ് കഴിഞ്ഞാൽ ഹൃദയസ്പന്ദനം, ശ്വാസകോശം, ഛർദി, ചുമ തുടങ്ങിയ ഇൻവോളണ്ടറി ആക്ഷൻസ്, നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഇൻവോളണ്ടറി അനൈച്ഛിക പ്രവർത്തനങ്ങളൊക്കെ നോക്കി നടത്തുന്നത് ആരാണ്? ഈ നമ്മുടെ മെഡില ഒബ്ലാങ്കേറ്റയാണ്. അപ്പോൾ അവിടെ എന്തെങ്കിലും ക്ഷതം പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആകെ വിഷയമാണ്. അതിന് മുന്നേ ഉള്ളത്, അതായത് ഈ ഭാഗമാണ് പോൺസ് എന്ന് പറയുന്നത്. കണ്ണിലും മുഖത്തുമുള്ള പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ച് ശ്വാസോച്ഛ്വാസ നിരക്കിനെ നിയന്ത്രിക്കുന്നത് പോൺസ് ആണ്. എങ്കിൽ മിഡ് ബ്രെയിൻ എന്താ ചെയ്യുന്നത്? കാഴ്ച, കേൾവി എന്നിവയുമായി ബന്ധപ്പെട്ട സന്ദേശങ്ങൾ പ്രാഥമികമായി വിലയിരുത്തുന്നു. കണ്ണുകൾ, പുരികങ്ങൾ എന്നിവയുടെ ചലനത്തിലെ ഈ ഭാഗത്തിന് വലിയൊരു പങ്കുണ്ട് മിഡ് ബ്രെയിനെ സംബന്ധിച്ച്. ഇത്രയാണ് നമ്മുടെ ബ്രെയിനിനെ സംബന്ധിച്ച്. അതിൽ ബ്രെയിൻ സ്റ്റെം എന്നറിയപ്പെടുന്നല്ലേ, ബ്രെയിൻ സ്റ്റെമ്മിൽ വരുന്നതാണ് മിഡ് ബ്രെയിൻ, പോൺസ്, മെഡില ഒബ്ലാങ്കേറ്റ എന്ന് പറയുന്ന ആ പോർഷൻസ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് നോക്കേണ്ടത് സ്പൈനൽ കോഡാണ്. സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ ബ്രെയിനിനെ പഠിച്ചു, അടുത്ത സ്പൈനൽ കോഡാണ് നോക്കുന്നത്. സുഷുമ്ന നാഡി അല്ലെ സുഷുമ്ന എന്നറിയപ്പെടുന്ന മെഡില ഒബ്ലാങ്കേറ്റയുടെ തുടർച്ചയായിട്ട് കാണപ്പെടുന്ന കേന്ദ്ര നാഡീ വ്യവസ്ഥയുടെ ഭാഗമാണ് സുഷുമ്ന എന്ന് പറയുന്നത്. ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സന്ദേശങ്ങളെ മസ്തിഷ്കത്തിൽ എത്തിക്കുകയും മസ്തിഷ്കത്തിൽ നിന്നുള്ള നിർദ്ദേശങ്ങളെ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കൈമാറുകയും ചെയ്യുന്ന ആളാണ് ഇദ്ദേഹം. ആ ഒരു പിക്ചറാണ് സുഷുമ്നയുടെ ഒരു സ്ട്രക്ചർ കൊടുത്തിരിക്കുന്ന പിക്ചർ നോക്കി. ഈ സെൻട്രൽ കനാലിൽ സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് നിറഞ്ഞിരിക്കുന്നു എന്ന് നമ്മൾ നേരത്തെ നോക്കിയിട്ടുണ്ടായിരുന്നു. സെറിബ്രോസ്പൈനൽ ദ്രവം നിറഞ്ഞിരിക്കുന്ന ഭാഗമാണ് ഈ സെൻട്രൽ കനാൽ എന്ന് പറയുന്നത്. ഇനി ഈ ഡോർസൽ റൂട്ടിൽ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സന്ദേശങ്ങൾ സുഷുമ്നയിലേക്ക്, അതായത് ശരീരത്തിന്റെ ഭാഗങ്ങളിൽ നിന്ന് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്ന ആളാണ് ഡോർസൽ റൂട്ട്. എന്നാൽ ഇനി ഇവിടെ നിന്ന് വെളിയിലോട്ട്, അതായത് സുഷുമ്നയിൽ നിന്ന് നിർദ്ദേശങ്ങൾ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന ആളാണ് വെൻട്രൽ റൂട്ട് എന്ന് പറയുന്നത്. ഇനി ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോ, നമ്മൾ ബ്രെയിനെ സംബന്ധിച്ച് പഠിച്ചായിരുന്നു ഗ്രേ മാറ്റർ വെളിയിലും പിന്നെ വൈറ്റ് മാറ്റർ അകത്തുമാണെന്ന് പഠിച്ചു. ഇവിടെ തിരിച്ചാണ്. സുഷുമ്നയെ സംബന്ധിച്ച് ഗ്രേ മാറ്റർ എന്ന് പറയുന്നത് ഉള്ളിലും വൈറ്റ് മാറ്റർ വെളിയിലുമാണ്. അപ്പോൾ ഇത്രയാണ് സ്പൈനൽ കോഡിൽ നമുക്ക് നോക്കാം. ഇതാണ് ആവേഗങ്ങളുടെ പ്രേഷണം എന്ന് പറയുന്നത്. ഈ ആവേഗങ്ങളുടെ പ്രേഷണം നോക്കൂ, ഉദ്ദീപനം സംഭവിക്കുന്നതിന് മുന്നേ റെസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റേജിൽ, റെസ്റ്റിംഗ് പൊട്ടൻഷ്യൽ അതിൽ നോക്കിക്കേ, നമ്മൾ സാധാരണ ചിന്തിച്ചാൽ ഇപ്പോൾ ഒരു മനുഷ്യൻ നമ്മൾ നോർമലി ഇരിക്കുവാണ്. അപ്പോൾ നമ്മൾ ഉള്ളിൽ എത്ര ദേഷ്യം ഉണ്ടെങ്കിലും അല്ലെങ്കിൽ ഉള്ളിൽ എത്ര നെഗറ്റീവായിട്ട് ഇരുന്നാലും നമ്മൾ വെളിയിൽ വളരെ ചിരിച്ചാൽ കുഴപ്പമൊന്നുമില്ല അന്നിരിക്കുമല്ലേ. പക്ഷെ എങ്കിലും ആരെങ്കിലും നമ്മളെ കയറി ചൊറിഞ്ഞാലോ, നമ്മൾ ആരെങ്കിലും കയറി നമ്മളോട് ദേഷ്യപ്പെടുകയാണെങ്കിലോ, എന്തെങ്കിലും ഇരിക്കണം എന്നൊക്കെ ചോദിക്കുമ്പം നമ്മൾ ഇനി എത്ര വെളിയിൽ പോസിറ്റീവാകാൻ ശ്രമിച്ചാലും നമ്മൾ നെഗറ്റീവായി പോകും അല്ലേ. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ആ ഒരു എക്സാമ്പിൾ ഒന്ന് നോക്കുക. നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ എത്ര നെഗറ്റീവ് ഉണ്ടെങ്കിലും നമ്മൾ എന്ത് ചെയ്യും? വെളിയിൽ ചിരിച്ച് പോസിറ്റീവായിട്ട് ഇരിക്കാൻ ശ്രമിക്കും. എന്തെങ്കിലും ഉദ്ദീപനം വരുമ്പോൾ ഇത് കൊണ്ടുതിരി നമ്മൾ ദേഷ്യപ്പെടൂലേ. കണ്ടോ, ഈ ഒരു ഉദ്ദീപനം സംഭവിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? വെളിയിൽ നെഗറ്റീവും അകത്തും പോസിറ്റീവ്. ഇനി ഇതിങ്ങനെ ഇങ്ങനെ 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 പാസ്സായി പോവുകയാണ് ചെയ്തത്. അതായത് ഇങ്ങനെ ടെമ്പററി ഒരു ചേഞ്ച്, ഇങ്ങനെ അകത്തും വെളിയിലും നെഗറ്റീവ് പോസിറ്റീവിൻ്റെ ചേഞ്ച് വരുന്നതിനെയാണ് ഈ ഒരു ആക്ഷൻ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. നാഡീകോശത്തിലൂടെ കൈമാറ്റം ചെയ്യപ്പെടുന്ന സന്ദേശങ്ങളെയാണ് നാഡീയ ആവേഗങ്ങൾ, നെർവ് ഇമ്പൾസ് എന്ന് പറയുന്നത്. ഉദ്ദീപിക്കപ്പെടാത്ത അവസ്ഥയിൽ കോശസ്തരത്തിന് പുറത്ത് പോസിറ്റീവ് ചാർജും ഉള്ളിൽ നെഗറ്റീവ് ചാർജുമാണ് ഉള്ളത് അല്ലേ. ഇപ്പോൾ ഒരു ഉദ്ദീപനമൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ അകത്ത് നെഗറ്റീവും വെളിയിൽ പോസിറ്റീവ് ചാർജുമാണ് ഉള്ളത്. ഉദ്ദീപനം സംഭവിച്ച ഭാഗത്ത് കോശസ്തരത്തിനകത്ത് പോസിറ്റീവ് ചാർജും പുറത്ത് നെഗറ്റീവ് ചാർജും രൂപപ്പെടുന്നു. ഉദ്ദീപിക്കപ്പെടുമ്പോൾ കോശസ്തരത്തിന് പുറത്തു നിന്നും പോസിറ്റീവ് ചാർജുള്ള അയോണുകൾ കോശത്തിലേക്ക് പ്രവേശിക്കുന്നത് കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. പുറത്തു നിന്നുള്ള പോസിറ്റീവ് അകത്തേക്ക് കയറുകയാണ് ചെയ്യുന്നത്. നൈമിഷികമായ ചാർജ് മാറ്റം തൊട്ടടുത്ത ഭാഗത്തെ എന്ത് ചെയ്യുന്നുണ്ട്? ഉദ്ദീപിപ്പിക്കുന്നുണ്ട്. ആദ്യ ഉദ്ദീപനം സംഭവിച്ച ഭാഗത്ത് കോശസ്തരം സാധാരണ സ്ഥിതിയിലേക്ക് മടങ്ങുന്നു. അതായത് കോശത്തിന്റെ ഉൾഭാഗം വീണ്ടും നെഗറ്റീവ് ചാർജും പുറംഭാഗം പോസിറ്റീവ് ചാർജുമായിട്ട് വരാം. ആദ്യം ഉദ്ദീപനം വന്നത് തിരിച്ചാവും, അതൊരു പഴയപടി ആവുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഇതിന്റെ ഒരു ഫ്ലോ എന്ന് പറയുന്നത്. ഇത് സംഭവിക്കുമ്പോൾ തൊട്ടടുത്ത ഭാഗം പോസിറ്റീവ് ചാർജുള്ള അയോണുകൾ കോശത്തിലേക്ക് പ്രവേശിച്ച് പുറത്ത് നെഗറ്റീവ് ചാർജുള്ള അകത്ത് പോസിറ്റീവ് ചാർജും രൂപപ്പെടുന്നു. ഈ മാറ്റങ്ങൾ നാഡീകോശത്തിലൂടെ തുടർച്ചയായി സംഭവിക്കുന്നതിലൂടെയാണ് ആവേഗങ്ങൾ നാഡീകോശത്തിലൂടെ പ്രേഷണം ചെയ്യപ്പെടുന്നത്. നാഡീകോശത്തിലൂടെ ആവേഗങ്ങൾ സഞ്ചരിക്കുന്നത് ഓരോ ഭാഗത്തും ഉണ്ടാകുന്ന തുടർച്ചയായ ചെറിയ വൈദ്യുത രാസമാറ്റത്തിലൂടെയാണ്. ഓരോ ഭാഗത്തും ഇത്തരം മാറ്റം ഉണ്ടാകുമ്പോൾ അടുത്ത ഭാഗം എന്താകുന്നു? ഉത്തേജിതമാകുന്നു. ഒരു നാഡീയ ആവേഗം ശരീരത്തിന്റെ ഒരു ഭാഗത്ത് നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് എത്തണമെങ്കിൽ പല ന്യൂറോണുകളിലൂടെയും സഞ്ചരിക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ കാലിൽ എന്തെങ്കിലും ഒരു കാര്യം നമ്മുടെ ഇങ്ങ് തലച്ചോറ് വരെ എത്തണം. അപ്പോൾ അതിന് ഒരുപാട് ഒരു ന്യൂറോണല്ല, ഒരുപാട് ന്യൂറോണുകളെ കടന്നു വേണം ആ ഒരു ആവേഗത്തിന് എന്ത് ചെയ്യാൻ അങ്ങ് എത്താനായിട്ടുള്ളത്.
ഇതാണ് സിനാപ്സ് എന്ന് പറയുന്നത്. അപ്പം ഞാൻ പറഞ്ഞു ഇതാണ് രണ്ട് ന്യൂറോൺസ്. ഈ ന്യൂറോൺസിൻ്റെ ഡെൻഡ്രോൺസ് എന്ന് പറയുന്നതാണ് അടുത്ത ന്യൂറോണിൽ നിന്നുള്ള മെസ്സേജ് വാങ്ങുന്നത്. ഇവിടെ ഒരു ചെറിയ ഗ്യാപ്പ് വരും, അതിനെയാണ് സിനാപ്റ്റിക് ക്ലെഫ്റ്റ്, സിനാപ്റ്റിക് വിടവ് എന്നൊക്കെ പറയുന്നത്. ഈ സിനാപ്റ്റിക് നോബ്, അതായത് ഈ ന്യൂറോണിൻ്റെ ഇവിടെയുള്ള മുഴകൾ പോലെയുള്ള സിനാപ്റ്റിക് നോബിൽ നിന്നും ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിനെ എന്ത് ചെയ്യും, വെസിക്കിളുകൾ ആ ആക്സോണിൻ്റെ, അതായത് ന്യൂറോ ട്രാൻസ്മിറ്ററുകൾ നിറഞ്ഞ വെസിക്കിളുള്ള ആക്സോണിൻ്റെ അഗ്രഭാഗമാണ്, അതിനെ പ്രീ സിനാപ്റ്റിക് സ്തരം എന്ന് വിളിക്കും. ഇതാണെങ്കിൽ പോസ്റ്റ് സിനാപ്റ്റിക് സ്തരം എന്ന് വിളിക്കും. ഇവിടെ നിന്നും ന്യൂറോ ട്രാൻസ്മിറ്ററെ ഈ ക്ലെഫ്റ്റിലോട്ട് റിലീസ് ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു വിടവിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സിനാപ്റ്റിക് ക്ലെഫ്റ്റ് എന്ന് വിളിക്കുന്നത്. ന്യൂറോ ട്രാൻസ്മിറ്ററുകളെ സ്വീകരിക്കുന്ന റിസപ്റ്ററുകൾ ഉള്ള ഡെൻഡ്രൈറ്റിന്റെ ഭാഗം, അതായത് പോസ്റ്റ് സിനാപ്റ്റിക് ന്യൂറോണിൽ നിന്ന് മറ്റൊന്നിലേക്ക് ആവേഗം കൈമാറുന്ന ഭാഗത്തിനെയാണ് സിനാപ്സ് എന്ന് പറയുന്നത്. ന്യൂറോ ട്രാൻസ്മിറ്ററുകൾ നിറഞ്ഞ വെസിക്കിളുള്ള ആക്സോണിന്റെ അഗ്രഭാഗമാണ് സിനാപ്റ്റിക് നോബ്. ന്യൂറോണുകൾക്കിടയിലുള്ള ആ ഒരു വിടവിനെ നമ്മൾ എന്ത് പറയും, സിനാപ്റ്റിക് ക്ലെഫ്റ്റ് എന്ന് വിളിക്കുന്നു. ന്യൂറോ ട്രാൻസ്മിറ്ററുകൾ സ്വീകരിക്കുന്ന റിസപ്റ്ററുകളെ പോസ്റ്റ് സിനാപ്റ്റിക് ആയിട്ടുള്ള മെംബ്രെയിൻ എന്നാണ് വിളിക്കുന്നത്. ആവേഗങ്ങൾ സിനാപ്റ്റിക് നോബിൽ എത്തുമ്പോൾ അത് ന്യൂറോ ട്രാൻസ്മിറ്ററുകൾ സിനാപ്റ്റിക് വിടവിലേക്ക് സ്രവിക്കുന്നു. ഈ ന്യൂറോ ട്രാൻസ്മിറ്ററുകൾ എന്ത് ചെയ്യും, അടുത്ത് നിൽക്കുന്ന, അതായത് പോസ്റ്റ് സിനാപ്റ്റിക് ആയിട്ടുള്ള സ്ഥലത്തിൻ്റെ റിസപ്റ്ററുകളായിട്ട് അവിടെ ഉദ്ദീപിപ്പിക്കുന്നു. സിനാപ്സുകൾ ആവേഗങ്ങൾ ഒരു ദിശയിൽ മാത്രം കടത്തിവിടുകയും ആവേഗങ്ങളുടെ സഞ്ചാര വേഗത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ഒരു ദിശയിലോട്ട് മാത്രമല്ല, തിരിച്ചു പോകുന്നില്ല, ആ ഒരു ദിശയിലോട്ട് മാത്രം ആവേഗങ്ങൾ പോകുകയാണ് ചെയ്യുന്നത്. അടുത്ത് നമ്മൾ കണ്ടിട്ടുള്ള നിയോ കോർട്ടെക്സ്, നവീന മസ്തിഷ്കം എന്ന് പറയുന്നത്, അതായത് നമ്മുടെ മാമൽസ്, സസ്തനികളിലെ മസ്തിഷ്കത്തിലെ സെറിബൽ കോർട്ടെക്സ് 6 അടുക്കുകളുള്ള നവീന മസ്തിഷ്കം എന്ന സങ്കീർണ ഘടനയായി രൂപാന്തരം പ്രാപിച്ചിട്ടുണ്ട്. മനുഷ്യരിലാണ് മറ്റ് സസ്തികളെ അപേക്ഷിച്ചത് ഏറ്റവും കൂടുതൽ വികാസം പ്രാപിച്ചത്. ഏറ്റവും കൂടുതൽ നമുക്ക് പ്രകടമായിട്ട് മനസ്സിലാകുന്നത് മനുഷ്യരിൽ, അല്ലെ, മറ്റ് സസ്തനികളെ അപേക്ഷിച്ച്, മറ്റ് മാമൽസിനെ അപേക്ഷിച്ചത് ഏറ്റവും കൂടുതൽ കാണുന്നത് മനുഷ്യരിലാണ്. മനുഷ്യന്റെ നവീന മസ്തിഷ്കത്തിൽ ഏകദേശം 16 ബില്യൺ നാഡീകോശങ്ങൾ ഉണ്ടെന്നാണ് കണക്കാക്കിയിരിക്കുന്നത്. അവയിലൊന്നും മറ്റുള്ളവയുമായി ശരാശരി 7000-ഓളം സിനാപ്സുകളാണ് സൃഷ്ടിക്കപ്പെടുന്നത്. ചിന്തിക്കുക, തീരുമാനങ്ങൾ എടുക്കുക, പഠിക്കുക, ഓർമ്മിക്കുക തുടങ്ങിയ ഉന്നതമായ മാനസിക പ്രവർത്തനങ്ങളെല്ലാം നവീന മസ്തിഷ്കത്തിലെ സിനാപ്സുകളുടെ സഹായത്തോടെയാണ് സാധ്യമാകുന്നത്. നമ്മൾ പുതിയ കാര്യങ്ങൾ പഠിക്കുകയോ പുതിയ അനുഭവങ്ങൾ തേടുകയോ ചെയ്യുമ്പോൾ ഈ സിനാപ്സുകൾ എണ്ണം വർദ്ധിക്കുകയും നമ്മുടെ മസ്തിഷ്കം കൂടുതൽ കാര്യക്ഷമമാവുകയും ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പോൾ ഈ ഒരു കണ്ടെത്തലിൽ, അതായത് ബാക്കിയുള്ള മാമൽസിനെയും കാട്ടിയും ഈ സിനാപ്സുകൾ നന്നായിട്ട്, അതായത് നമ്മൾ നന്നായിട്ട് ഇത് വർക്ക് ചെയ്യുമ്പോൾ, പഠിക്കുന്നു, ഓർക്കുന്നു, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ പുതിയ പുതിയ സിനാപ്സുകൾ വരികയും മസ്തിഷ്കം ബ്രെയിൻ കുറേ കൂടി കാര്യക്ഷമമാവുകയും ചെയ്യുന്നുണ്ട് എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഇനി പലതരത്തിലുള്ള ന്യൂറോൺസ് ഉണ്ട്. ഇപ്പോൾ നമുക്ക്, ഞാൻ പറഞ്ഞു, സെൻട്രൽ നെർവസ് സിസ്റ്റം, പെരിഫറൽ നെർവസ് സിസ്റ്റം പറഞ്ഞു, അതിൽ തന്നെ ഒരുപാടായിട്ടുള്ള ന്യൂറോൺസ്. ഇപ്പോൾ നമുക്ക് ഗ്രാഹികളിൽ നിന്നുള്ള ആ ഒരു മെസ്സേജിനെ കൊണ്ടുപോകാനായിട്ടുള്ള ന്യൂറോണാണ് ഈ സംവേദ ന്യൂറോൺ എന്ന് പറയുന്നത്. സംവേദക ന്യൂറോൺ, സെൻസറി ന്യൂറോൺസ് എന്ന് പറയുന്നത്. ഈ ന്യൂറോൺസിൽ നിന്നും ഇന്റർ ന്യൂറോൺ എന്ന് പറയുന്ന ഒരു ന്യൂറോണിലേക്ക് അത് കണക്ട് ചെയ്യും. ഇനി അവിടെ നിന്ന് മെസ്സേജ് ആർക്ക് കൊടുക്കും, മോട്ടോർ ന്യൂറോണിന് കൊടുക്കും. ഈ മോട്ടോർ ന്യൂറോൺ, പ്രേരക ന്യൂറോൺ, ഈ ന്യൂറോണാണ് അവയവം അല്ലെങ്കിൽ പേശി ഗ്രന്ഥികളിലേക്കൊക്കെ ഇത് എത്തിക്കുന്നത്. അതായത് ഏത് ഇപ്പോൾ അവയവമാണ് അത് അപ്പോൾ ആക്ട് ചെയ്യേണ്ടത്, അവയിലേക്കുള്ള മെസ്സേജ് കൊടുക്കുന്നത് പ്രേരക ന്യൂറോണാണ്. അപ്പോൾ സംവേദക ന്യൂറോൺ, സെൻസറി ന്യൂറോൺ, മോട്ടോർ ന്യൂറോൺ, ഇന്റർ ന്യൂറോൺ. എന്താണ് സംവേദക ന്യൂറോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ, വിവിധ ഗ്രാഹികളിൽ നിന്നുള്ള ആവേഗങ്ങളെ കേന്ദ്ര നാഡീവ്യവസ്ഥയിലേക്ക് എത്തിക്കുന്നു. ഇനി കേന്ദ്ര നാഡീവ്യവസ്ഥയിൽ എത്തിച്ച് അവിടെ എത്തിയിരുന്നാൽ മാത്രം പോരാ, അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിച്ചൊരു മെസ്സേജ് കിട്ടണം, അല്ലെ കാലുമാറ്റ്, കൈമാറ്റ് എന്നൊക്കെ ഉള്ള ഒരു ഇമ്പൾസ് കിട്ടണം. അപ്പോൾ കേന്ദ്ര നാഡീവ്യവസ്ഥയിൽ നിന്നുള്ള നിർദ്ദേശങ്ങൾ അവയവങ്ങളിലേക്ക് എത്തിക്കുന്നത് മോട്ടോർ ന്യൂറോണാണ്. ഇതിന് ഇടയിലായിട്ട് ഇവർക്കൊരു ഇന്റർമീഡിയറ്റ് ആയിട്ട് നിൽക്കുന്ന ആളാണ് ഇന്റർ ന്യൂറോൺ എന്ന് പറയുന്നത്. ഈ ഒരു പിക്ചറിൽ നോക്കിയാൽ തന്നെ കിട്ടും, അല്ലെ, ഈ ഒരു പിക്ചറിൽ നോക്കിക്കേ, ഇത് സെൻസറി ന്യൂറോൺ, ഇത് മോട്ടോർ ന്യൂറോൺ ആണ്, ഇത് സെൻസറി ന്യൂറോണാണ്. അപ്പോൾ ഈ സെൻസറി ന്യൂറോണിൽ നിന്നുള്ള മെസ്സേജ് ഇവിടെ എത്തി, അവിടുന്ന് ഇന്റർ ന്യൂറോണിലേക്ക് എത്തി, അവിടെ നിന്നേക്ക് പിന്നെ എന്ത് ചെയ്യുന്നുണ്ട്, മോട്ടോർ ന്യൂറോണാണ് പല അവയവങ്ങളിലേക്കൊക്കെ എത്തിക്കുന്നത്. അപ്പോൾ എന്താണ് ഇന്റർ ന്യൂറോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ, സംവേദക ന്യൂറോണിനെയും പ്രേരക ന്യൂറോണിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. സെൻസറി ന്യൂറോണിനെയും മോട്ടോർ ന്യൂറോണിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ആളാണ് ഇന്റർ ന്യൂറോൺ എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് പലതരത്തിലുള്ള ന്യൂറോൺസ് എന്ന്. ഇനി ഒരൊറ്റ ന്യൂറോൺ എന്നുള്ള ബേസിക് യൂണിറ്റ് വെച്ചിട്ട് കാര്യം നടക്കില്ല. ഇവ എല്ലാവരും കൂടി ചേർന്നിട്ടൊരു സിസ്റ്റം, അതായത് നെർവ് എന്ന് പറയുന്നതിലേക്ക് മാറുവാണ്. ഒരു കൂട്ടം നാഡീകോശങ്ങളുടെ ആക്സോണുകളും കൊഴുപ്പിൻ്റെ യോജകകലകളുടെ പാളിയാൽ പൊതിഞ്ഞ് നിർമ്മിക്കപ്പെട്ടുള്ളതാണ് നാഡികൾ, നെർവ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ നെർവ്സ് തന്നെ ഇതുപോലെ തന്നെ നമ്മുടെ സംവേദക നാഡി, സെൻസറി നെർവ്, മോട്ടോർ നെർവ്,
അതുപോലെ സമ്മിശ്ര നാഡി എന്നൊക്കെ പറയുന്ന രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ അതായത് സംവേദക ന്യൂറോൺ അതുപോലെ പ്രേരക ന്യൂറോണും കൂടെ, അതായത് സംവേദക നാഡിയിൽ സംവേദക ന്യൂറോൺ മാത്രമേ ഉള്ളൂ, വിവിധ ഗ്രാഹികളിൽ നിന്നുള്ള ആവേഗങ്ങൾ കേന്ദ്ര നാഡീ വ്യവസ്ഥയിൽ എത്തിക്കുന്നു. പ്രേരക നാഡിയിൽ പ്രേരക ന്യൂറോൺ ചേർന്നിട്ടാണ് ഉണ്ടാകുന്നത്. കേന്ദ്ര നാഡീ വ്യവസ്ഥയിൽ നിന്നുള്ള നിർദ്ദേശങ്ങൾ അവയവങ്ങളിലേക്ക് എത്തുന്നു. ഇനി സമ്മിശ്ര നാഡി എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ എന്താണ്, വിവിധ ഗ്രാഹികളിൽ നിന്നുള്ള ആവേഗങ്ങൾ കേന്ദ്ര നാഡീ വ്യവസ്ഥയിലേക്കും കേന്ദ്ര നാഡീ വ്യവസ്ഥയിൽ നിന്നുള്ള നിർദ്ദേശങ്ങൾ അവയവങ്ങളിലേക്കും എത്തിക്കുന്നു. അപ്പോൾ ഇവ രണ്ടും എന്തിൽ വരും, സമ്മിശ്ര നാഡിയിൽ വരും. ഇപ്പോൾ സംവേദക നാഡി, പ്രേരക നാഡി, സമ്മിശ്ര നാഡി. അപ്പോൾ നമ്മൾ നേരത്തെ തുടക്കത്തിലെ മനുഷ്യരിലെ നാഡീ വ്യവസ്ഥയെ പറ്റി പറഞ്ഞു. സെൻട്രൽ നെർവസ് സിസ്റ്റവും പെരിഫറൽ നെർവസ് സിസ്റ്റവും, സെൻട്രൽ നെർവസ് സിസ്റ്റവും പെരിഫറൽ ആയിട്ടുള്ള നെർവസ് സിസ്റ്റവും ഉണ്ട്. ഈ സെൻട്രൽ നെർവസ് സിസ്റ്റം, കേന്ദ്ര നാഡീ വ്യവസ്ഥ എന്ന് പറയുന്നത് മസ്തിഷ്കവും സുഷുമ്നയും കൊണ്ടാണ്. പെരിഫറൽ നെർവസ് സിസ്റ്റത്തിനാണെങ്കിൽ സൊമാറ്റിക് നാഡീ വ്യവസ്ഥ, സൊമാറ്റിക് നെർവസ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബോധപൂർവം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും. എന്നാൽ ചില കാര്യങ്ങൾ നമുക്ക് ഹൃദയം ഇടിക്കുന്നത് അല്ലെ നമ്മുടെ ഡൈജഷൻ നടക്കുന്നതൊന്നും നമ്മുടെ കയ്യിലുള്ള കാര്യങ്ങളല്ല. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ, അത്തരത്തിൽ വരുന്ന നമ്മുടെ കയ്യിലില്ലാത്ത ഇൻവോളണ്ടറി ആയിട്ടുള്ള ആക്ഷൻസ് കൺട്രോൾ ചെയ്യുന്നതാണ് സ്വതന്ത്ര നാഡീ വ്യവസ്ഥ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ബോധപൂർവമല്ലാത്ത പ്രവർത്തനങ്ങളെയാണ് ഇവ നിയന്ത്രിക്കുന്നത്. അപ്പോൾ അതിനെ തന്നെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം, സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം എന്നും പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം. അപ്പം മെയിൻലി നമ്മുടെ നെർവസ് സിസ്റ്റം സെൻട്രൽ നെർവസ് സിസ്റ്റം, പെരിഫറൽ നെർവസ് സിസ്റ്റം എന്ന് ഡിവൈഡ് ചെയ്യാം. ഇതിൽ തന്നെ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ ബ്രെയിനും സ്പൈനൽ കോഡുമാണ് ഉൾപ്പെടുന്നത്. പെരിഫറൽ നെർവസ് സിസ്റ്റത്തിനെ വീണ്ടും സൊമാറ്റിക് നെർവസ് സിസ്റ്റം എന്നും സ്വതന്ത്ര നാഡീ വ്യവസ്ഥ എന്നും ഡിവൈഡ് ചെയ്യും. ഈ സ്വതന്ത്ര നാഡീ വ്യവസ്ഥയെ സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം എന്നും പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം എന്ന് പറയും. സ്വതന്ത്ര നാഡീ വ്യവസ്ഥ എന്ന് പറയുമ്പോൾ ഓട്ടോണമസ് ആയിട്ടുള്ളതാണ്. ഈ സൊമാറ്റിക് ആയിട്ട് കാര്യങ്ങൾ, സൊമാറ്റിക് സെൽസ് എന്ന് വെച്ചാൽ വെജിറ്റേറ്റീവ് സെൽസ് ഇങ്ങനെയാണ്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളാണെങ്കിൽ നമുക്ക് ഏതിൽ പറയാൻ പറ്റും, സൊമാറ്റിക് നെർവസ് സിസ്റ്റം. എന്നാൽ നമുക്ക് ഓട്ടോണമസ് ആയിട്ട് ബോഡി ചെയ്തേ പറ്റുള്ളൂ എന്നുള്ളതാണെങ്കിൽ അത് സ്വതന്ത്ര നാഡീ വ്യവസ്ഥയാണ്. പെരിഫറൽ നാഡീ വ്യവസ്ഥയുടെ ഭാഗമായ സ്വതന്ത്ര നാഡീ വ്യവസ്ഥ ശാരീരിക പ്രവർത്തനങ്ങളെ സ്വയം നിയന്ത്രിക്കുന്നു. ഇതിൽ സിമ്പത്തറ്റിക് നാഡീ വ്യവസ്ഥയും പാരാസിമ്പത്തറ്റിക് നാഡീ വ്യവസ്ഥയും ഉൾപ്പെടുന്നു. സിമ്പത്തറ്റിക് വ്യവസ്ഥ അടിയന്തര സാഹചര്യങ്ങൾ ശരീരത്തെ പ്രതികരിക്കാൻ സജ്ജമാക്കുന്നു. പാരാസിമ്പത്തറ്റിക് വ്യവസ്ഥ വിശ്രമിക്കാനും ദഹനം പോലുള്ള ദൈനംദിന പ്രവർത്തനങ്ങൾ ശരീരത്തിന് സജ്ജമാക്കും. അതായത് ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു എമർജൻസി സിറ്റുവേഷൻ വരുമ്പോൾ അതിന് ബോഡി ആക്ട് ചെയ്യാൻ സഹായിക്കുന്നതാണ് സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മളൊരു പട്ടിയെ കണ്ടു, പേടിച്ചു. അപ്പോൾ പേടിക്കുമ്പോൾ നമ്മൾ കണ്ണിങ്ങനെ കണ്ണ് ഡയലേറ്റ് ചെയ്യും, നമ്മുടെ ഹാർട്ട് ബീറ്റ് കൂടും, ഇങ്ങനെ. അപ്പോൾ നമുക്ക് ഡൈജഷൻ അല്ല നടക്കേണ്ടത്, അപ്പോൾ ഡൈജഷൻ സ്റ്റോപ്പ് ആവും. അപ്പോൾ അത്തരത്തിലുള്ള ഇതാണ് സിമ്പത്തറ്റിക് സിസ്റ്റം ചെയ്യുന്നത്. എന്നാൽ ബോഡി റിലാക്സ് ആയിട്ടിരിക്കുമ്പോൾ നമുക്ക് കണ്ണ് ഇങ്ങനെ ഇതാവേണ്ട, ഹൃദയം പെട്ടെന്ന് ഇടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ബ്ലഡ് സപ്ലൈയുടെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ അത്തരത്തിൽ നമ്മളിരിക്കുമ്പോൾ ഡൈജഷനൊക്കെ നടത്തി വളരെ സ്ലോ ആയിട്ട് കാര്യങ്ങൾ സാധാരണയായിട്ട് നമ്മൾ വിശ്രമിക്കുമ്പോൾ അങ്ങനെ ദൈനംദിനമായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ശരീരത്തിൽ നടക്കുന്നതിനെയാണ് പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റത്തിൽ വരുന്നത്. അപ്പോൾ സ്വതന്ത്ര നാഡീ വ്യവസ്ഥയിൽ വരുന്നതാണ് സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റവും പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത്. സ്വതന്ത്ര നാഡീ വ്യവസ്ഥയുടെ ഭാഗങ്ങൾ ഏതൊക്കെയാണ്? സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം, പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം. സ്വതന്ത്ര നാഡീ വ്യവസ്ഥ ഓട്ടോണമസ് നെർവസ് സിസ്റ്റത്തിലാണ് ഈ രണ്ടെണ്ണം വരുന്നത്. ഇനി ഞാൻ പറഞ്ഞു ഓട്ടോണമസ് നെർവസ് സിസ്റ്റത്തിന്റെ രണ്ടായിട്ടുള്ള സിമ്പത്തറ്റിക്, പാരാസിമ്പത്തറ്റിക്കിൽ സിമ്പത്തറ്റിക് എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരം എമർജൻസി സിറ്റുവേഷൻ വരുമ്പോൾ കണ്ണെന്ത് ചെയ്യും, വികസിക്കും അല്ലെ, ഉമിനീർ ഉൽപ്പാദനമൊക്കെ കുറയും, നാക്കൊക്കെ വരണ്ടു പോവുക നമ്മൾ പറയുന്നില്ലേ, ഹൃദയമിടിപ്പ് കൂടും. അതുപോലെ തന്നെ എന്താണ്, ലങ്സ് ഒക്കെ കൊണ്ടുവല്ലേ, നമുക്ക് ഒരുപാട് ഓക്സിജന്റെ ആവശ്യമുണ്ട്, ലങ്സ് ഒക്കെ വികസിക്കും. ദഹന പ്രക്രിയ അപ്പോൾ ആവശ്യമുണ്ടോ? ഇല്ല, അത് മന്ദീഭവിക്കും. ഹോർമോൺ ഉൽപ്പാദനം കൂടും അല്ലെ, ഫൈറ്റ് ഹോർമോൺ എന്നൊക്കെ അറിയപ്പെടുന്ന നമ്മുടെ അഡ്രിനാലിൻ ഒക്കെ കൂടുന്നുണ്ട്, പെരിസ്റ്റാലിസിസ് കുറയുന്നുണ്ട്, നമുക്ക് ദഹനവുമായി ബന്ധപ്പെട്ടൊന്നും നടക്കേണ്ട, മൂത്രമൊക്കെ നിലനിർത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് നമ്മൾ വളരെ ഫ്രീ ആയിട്ട് ഇരിക്കുമ്പോഴുള്ളതാണ് പാരാസിമ്പത്തറ്റിക് സിസ്റ്റം എന്ന് പറയുമ്പോൾ. നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ നമ്മുടെ കണ്ണിങ്ങനെ വികസിക്കേണ്ട ആവശ്യമില്ല, നമ്മുടെ ഹൃദയം അത്ര ഇടിക്കേണ്ട ആവശ്യമില്ല, ഉമിനീരൊക്കെ അത്യാവശ്യത്തിന് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്, പിന്നെ ലങ്സ് ചുരുങ്ങുന്നുണ്ട്, ദഹന പ്രക്രിയയൊക്കെ നന്നായിട്ട് നടക്കും, പെരിസ്റ്റാലിസിസ് ആയിട്ടുള്ള മൂവ്മെന്റ് നടക്കും. പിന്നെ അതുപോലെ തന്നെ മൂത്രം എന്താണ് നമ്മൾ റിലീസ് ചെയ്യും അല്ലെ, ശൂന്യമാക്കുകയാണ് ചെയ്യുന്നത്, പിടിച്ചു വെക്കുന്നില്ല, ശൂന്യമാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു അവയവം സിമ്പത്തറ്റിക് വ്യവസ്ഥയിലും പാരാസിമ്പത്തറ്റിക് വ്യവസ്ഥയിൽ എന്താണ്, കണ്ണിലെ പ്യൂപ്പിൾ വികസിക്കുകയാണ് ചെയ്യുന്നത് സിമ്പത്തറ്റിക് സിസ്റ്റം ആകുമ്പോൾ. ഉമിനീർ ഗ്രന്ഥി ഉൽപ്പാദനം കുറയുന്നു, ശ്വസനിക വികസിക്കുന്നു, ഹൃദയമിടിപ്പ് കൂടുന്നു, അഡ്രിനൽ ഗ്രന്ഥി ഹോർമോൺ ഉൽപ്പാദനം കൂടുന്നു, ആമാശയം ദഹനപ്രക്രിയ മന്ദീഭവിക്കുന്നു, ചെറുകുടലിലെ പെരിസ്റ്റാലിസിസ് കുറയുന്നു, മൂത്രം തടഞ്ഞു നിലനിർത്തുന്നു. ഇതിൻ്റെ ഓപ്പോസിറ്റായിട്ട് കണ്ണിലെ പ്യൂപ്പിൾ ചുരുങ്ങുന്നു, ഉമിനീർ ഗ്രന്ഥിയിൽ ഉമിനീർ ഉൽപ്പാദനം കൂടുന്നു, ശ്വസനിക ചുരുങ്ങുന്നു, ഹൃദയമിടിപ്പ് കുറയുന്നു. അഡ്രിനൽ ഗ്രന്ഥിനെ അങ്ങനെ വലുതായിട്ട് സ്വാധീനിക്കുന്നില്ല,
ആമാശയത്തിൽ ദഹന പ്രക്രിയ ഉദ്ദീപിക്കപ്പെടുന്നു, ചെറുകുടലിൽ പെരിസ്റ്റാലിസിസ് കൂടുന്നു, മൂത്രാശയം എന്താകുന്നു, ശൂന്യമാകുന്നു. അത് മൂത്രം തടഞ്ഞു നിർത്തേണ്ട ആവശ്യം ഇല്ല എന്നുള്ളതാണ്. ഇനി നമുക്ക് സ്പോണ്ടേനിയസ് ആയിട്ടുള്ള റെസ്പോൺസസ് ഉണ്ട്. അതിനെയാണ് നമ്മൾ റിഫ്ലെക്സ് എന്ന് പറയുന്നത്. ഇപ്പം നമ്മളൊരു തീയിൽ കൈവണ്ട് വെക്കുകയോ അല്ലെങ്കിൽ ഒരു മുള്ളിൽ കാല് ചവിട്ടുകയോ ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് നേരം ആലോചിച്ചിട്ടല്ലല്ലോ എന്തായാലും കാലിൽ ചവിട്ടിയല്ലേ ഇരിക്കട്ടെ എന്നുള്ളതല്ല അല്ലേ, നമ്മൾ കുറച്ച് ആലോചിക്കാനൊന്നുമില്ല, പെട്ടെന്നായിരിക്കും, വളരെ പെട്ടെന്നുള്ള റിയാക്ഷൻ ആയിരിക്കും നമുക്ക് അവിടെ നടക്കുന്നത്. അതാണ് സ്പോണ്ടേനിയസ് ആയിട്ടുള്ള റിയാക്ഷൻസ്. ഉദ്ദീപനത്തിനനുസരിച്ച് ആകസ്മിക അനൈച്ഛികമായി നടക്കുന്ന പ്രതികരണങ്ങളെയാണ് റിഫ്ലക്സ് ആയിട്ടുള്ള പ്രവർത്തനങ്ങൾ, റിഫ്ലക്സ് റിയാക്ഷൻ എന്ന് പറയുന്നത്. സുഷുമ്നയിൽ നിന്നും മസ്തിഷ്കത്തിൽ നിന്നും റിഫ്ലക്സ് പ്രവർത്തനങ്ങൾ ഉണ്ടാകാറുണ്ട്. റിഫ്ലക്സ് പ്രവർത്തനത്തിൽ ആവേഗങ്ങളുടെ സഞ്ചാരപാതയാണ്. അപ്പോൾ എങ്ങനെയാണ് ആവേഗങ്ങൾ പോകുന്നത്, അതിനെയാണ് റിഫ്ലക്സ് ആർക്ക് എന്ന് വിളിക്കുന്നത്. ഈ ഒരു പിക്ചർ നോക്കിക്കേ, നമ്മൾ ഒരു മെഴുകുതിരിയിലെ തീയിൽ കൈ കൊണ്ട് വെക്കുവാണ്. ഇവിടെയുള്ള റിസപ്റ്റേഴ്സിൽ നിന്ന് അത് കിട്ടി, അവിടെ നിന്നുള്ള സെൻസറി നെർവ് എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് പോകുന്നുണ്ട്, ഇന്റർ ന്യൂറോൺ വഴി അവിടെ നമ്മുടെ സ്പൈനൽ കോഡിലെത്തി, അവിടെ നിന്ന് മോട്ടോർ ന്യൂറോൺ വഴി കയ്യിലെത്തിയിട്ട് കൈക്ക് മെസ്സേജ് കൊടുക്കുകയാണ്, കൈമാറ്റി എന്നുള്ള ഒരു മെസ്സേജ് കൊടുക്കണം. ഈ ഒരു പാതയെ കാണിക്കുന്നതിനെയാണ് റിഫ്ലക്സ് ആർക്ക് എന്ന് പറയുന്നത്. ഒരു റിഫ്ലക്സ് പ്രവർത്തനമാണ് ഈ ഒരു പാതയെ കാണിക്കുന്നതിനെ റിഫ്ലക്സ് ആർക്ക് എന്നാണ് വിളിക്കുന്നത്. അപ്പം നമ്മളിപ്പോൾ ഇത്രയും പഠിച്ചത്, ഇപ്പോൾ സിമ്പതറ്റിക് എന്നും പാരാസിമ്പതറ്റിക് എന്നും സെൻട്രൽ നെർവസ് സിസ്റ്റം എന്നും ഒക്കെ ഓട്ടോണമസ് എന്നും ഒക്കെ പഠിച്ച് നമ്മുടെ മനുഷ്യനിലെ ഇത്രയും ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരാളെ പറ്റി. പക്ഷേ ഇതുപോലെ പല കുഞ്ഞു ഹൈഡ്ര, പ്ലാനേറിയ പോലെയുള്ള ഓർഗാനിസംസ് ഷഡ്പദങ്ങളിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ചെറിയ രീതിയിലുള്ള നാഡീവ്യവസ്ഥയുണ്ട്. നമ്മളെപ്പോലെ ഡെവലപ്ഡ് ആയിട്ടുള്ള എങ്കിലും ചെറിയ രീതിയിലുള്ള ഒരു നാഡീവ്യവസ്ഥ നമുക്ക് കാണാം. ഇപ്പം നിയന്ത്രണം കേന്ദ്രമില്ലാത്തൊരു നാഡീജാലിക, ഒരു നെറ്റ്വർക്ക് പോലെയാണ് ഹൈഡ്രയിൽ ഇത് കാണപ്പെടുന്നത്. പ്ലാനേറിയയിലാണെങ്കിലോ തലയുടെ ഭാഗത്തുള്ള ഒരു ജോഡി നാഡീ ഗാംഗ്ലികൾ നിർദ്ദേശങ്ങളെ എന്ത് ചെയ്യുന്നുണ്ട്, ഏകോപിപ്പിക്കുന്നുണ്ട്. ഇനി എന്താണ് ഷഡ്പഥങ്ങളിൽ തലയുടെ ഭാഗത്തുള്ള നാഡീകോശങ്ങൾ കൂടിച്ചേർന്ന് വ്യക്തവും സാമാന്യം വികാസം പ്രാപിച്ചതുമായ മസ്തിഷ്കമായി പരിണമിച്ചേക്കുന്നത്. ഇതിൽ നിന്നും പുറപ്പെടുന്ന ഒരു ജോഡി നാഡീതന്തുക്കളിൽ ഗാംഗ്ലിയോണുകളും ഓരോ അറയിലും കാണപ്പെടുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ നമ്മളിതേപോലെ അത്രയും ഡെവലപ്പ് അല്ലെങ്കിൽ പോലും ഹൈഡ്ര, പ്ലാനേറിയ ഷഡ്പഥങ്ങളിലൊക്കെ എങ്ങനെയല്ലേ വിവിധ ജീവികളിലും ഇങ്ങനെ ഇത്തരത്തിലുള്ള നാഡീവ്യവസ്ഥകൾ കാണും. നമ്മൾ ഇത്രയും നേരം നോക്കിയ നാഡീവ്യവസ്ഥ, നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത് മാറി വന്നിട്ടുള്ള SCRTയിലെ 2 ചാപ്റ്റേഴ്സാണ് ഞാൻ റെഫർ ചെയ്തിരിക്കുന്നത്. 7ാം ക്ലാസ്സിലെ 7ാമത്തെ ചാപ്റ്ററും 10ാം ക്ലാസ്സിൻ്റെ 2ാമത്തെ ചാപ്റ്ററും മാറി വന്നിട്ടുള്ള ഇതിൽ 2ാമത്തെ ചാപ്റ്ററാണ്. 10ാം ക്ലാസ്സിൻ്റെ 2ാമത്തെ ചാപ്റ്ററാണ് റെഫർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് നോക്കി ഒന്നും കൂടി ഒന്ന് ജസ്റ്റ് നോക്കി ഒരുവിധം എല്ലാ പോയിന്റും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്നാലും നിങ്ങൾ ജസ്റ്റ് നിങ്ങളും കൂടി വായിച്ച് നോക്കുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ അടുത്ത സിസ്റ്റമായിട്ട്, ഇപ്പോൾ നമ്മളിന്ന് നാഡീവ്യവസ്ഥയാണ് നോക്കിയത്, അടുത്ത സിസ്റ്റമായിട്ട് നമുക്ക് വീണ്ടും കാണാം.